विहारी जय राधा माधव जय कुंज विहारी जय गोपीजन वल्लभा जय गिरिवरधारी जय गोपीजन वल्लभा जय गिरिवरधारी जय यशोदनंदन व्रजजन रंजन यशोदनंदन व्रजजन रंजन यमुना तीरा वनचारी जय कुंज विहारी जय राधा माधव जय कुंज विहारी हरे कृष्णा कृष्ण कृष्ण हरे 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 रामा राम राम हरे हरे जय प्रभुपदा श्रील प्रभुपदा जय प्रभुपदा जय गुरुदेवा जय गुरुदेवा जय गुरुदेवा हरे कृष्णा हरे कृष्णा प्रभु जी प्रणाम। ഹരേ കൃഷ്ണ. വീണ്ടും ഒരു സത്സംഗത്തിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ആസ് യൂഷ്വൽ നമുക്ക് ഗുരുപരമ്പരകളെ സ്മരിക്കാം. ഗുരുപരമ്പരകൾക്ക് എന്റെ ദണ്ഡവത് പ്രണാമം. ഈ ഒരു വേദി ഒരുക്കി തന്ന ആദികത്ത് പ്രഭുവിന് എന്റെ ദണ്ഡവത് പ്രണാമം. എന്റെ ശിഷ്യാഗുരുക്കളെ ഓർക്കുന്നു, ദണ്ഡവത് പ്രണാമം. ശീലപ്രഭാതിന് എന്റെ ദണ്ഡവത് പ്രണാമം. എന്റെ ഗുരുമഹാരാജിനെ ഓർക്കുന്നു, അവരവരുടെ ഗുരുമഹാരാജിനെ ഓർക്കുക, ദണ്ഡവത് പ്രണാമം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും പാദകമലങ്ങളിൽ എന്റെ ദണ്ഡവത് പ്രണാമം അർപ്പിച്ചുകൊണ്ടും നിങ്ങളുടെ ഓരോരുത്തരുടെയും അനുവാദത്തോടും ആശീർവാദത്തോടും തുടങ്ങാം മംഗളാചരണം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവതസ്യ സേവയാ ഭാഗവതേ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്തുകീ. മൂകം കരോതി വാചാലം പങ്കം ലങ്കായതേ ഗിരിം യത്കൃപാദമഹം വന്ദേ ശ്രീഗുരുൻ ദീനതാരിണം. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗര ഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഇപ്പോ ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്ത ഗുരുതത്വത്തിന്റെ പരമ്പരയായിട്ടാണ്. അപ്പൊ അതിന്റെ കുറെ ചോദ്യങ്ങളും കുറെ കഥകളും ഒക്കെ വിട്ടുപോയി എന്നാണ് എൻ്റെ ഓർമ്മ. അതൊക്കെ എന്നെ ഓർമ്മിപ്പിക്കണം. എന്തായാലും നമുക്ക് തുടക്കം എന്നോണം ഭഗവത്ഗീത 2-ാം അധ്യായത്തിലെ 7-ാമത്തെ ശ്ലോകം എല്ലാവർക്കും അറിയാവുന്ന ശ്ലോകമാണ്. അതുകൊണ്ട് അത് ഒരു ബേസ് ആയിട്ട് എടുക്കുക. എന്നിട്ട് നമ്മൾ വിട്ടുപോയ കഥകളെല്ലാം ഇതിൽ ആഡ് ചെയ്യണം. ഇതൊക്കെയാണ് ആഗ്രഹം. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകണം. എന്തൊക്കെയാണ് പറയാൻ പോകുന്നതെന്ന് എനിക്കൊരു പിടിയില്ല. അപ്പം നമുക്ക് തുടങ്ങാം. ശ്ലോകം. കാർപ്പണ്യദോഷോ ഉപഹത സ്വഭാവാ പൃച്ഛാമിത്വം ധർമ്മസമ്മൂഢചേതഃ യശ്രേയസ്യാനിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേ അഹം ശാതി മാം ത്വാം പ്രപന്നം. കാർപ്പണ്യദോഷോ ഉപഹത സ്വഭാവഃ പൃച്ഛാമിത്വം ധർമ്മസമ്മൂഢചേതഃ യശ്രേയസ്യാനിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേ അഹം ശാതി മാം ത്വാം പ്രപന്നം. ആരെങ്കിലും 1-2 പേര് വായിക്കുക. ശേഷം നമുക്ക് തുടരാം. ഹരേ കൃഷ്ണ.
हरे कृष्ण प्रभु दंडवत प्रणाम। हरे कृष्ण। कार्पण्य दोषोपहत स्वभावा पृच्छामि त्वां धर्म सम्मूढचेधा यश्रेयस्यान्निश्चितं ब्रूहि तन्मे शिष्यस्तेऽहं शाधिमां त्वां प्रपन्नम्। हरे कृष्ण प्रभु। ഒരാൾക്കൂടെ വായിക്കാം. വായിക്കണ്ടേ? ശരി, നമുക്ക് തുടങ്ങാം. ഹരേ കൃഷ്ണ. ദൗർബല്യം കൊണ്ട് ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ട എനിക്ക് കൃത്യനിർവഹണത്തെ പറ്റി ഒന്നും വ്യക്തമാകുന്നു. ഈ അവസ്ഥയിൽ എനിക്ക് എന്താണ് യോജിച്ചതെന്ന് പറഞ്ഞു തരണം. ഞാനിപ്പോൾ അങ്ങേ ശരണം പ്രാപിച്ച ശിഷ്യനാണ്. ദയവായി ഉപദേശം തന്നു. ശ്രീലപ്രഭുപാദിന്റെ വിവർത്തനം ആവർത്തനമാണ്. ശ്രീലപ്രഭുപാദിക്ക് ജയം. ഇവിടെ പറയാണ്, ദൗർബല്യം കൊണ്ട് ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ട എനിക്ക് കൃത്യനിർവഹണത്തെ പറ്റി ഒന്നും വ്യക്തമല്ല. ഈ അവസ്ഥയിൽ എനിക്ക് എന്താണ് യോജിച്ചതെന്ന് പറഞ്ഞു തരണം. ഞാനിപ്പോൾ അങ്ങയെ ശരണം പ്രാപിച്ച ശിഷ്യനാണ്. ദയവായി ഉപദേശം തന്നാൽ. ഇപ്പൊ നമ്മൾ കണ്ടു, 1-ാം അധ്യായത്തില് വളരെ കൂടുതൽ ആർഗ്യുമെന്റ്സ്, വാദങ്ങള് അർജുനൻ നടത്തിയിട്ടുണ്ട്. അതൊക്കെ ശരിയാണ്. അതെല്ലാം എന്താണ് അതങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൗതിക തലത്തിൽ അതിന്റെ ആവശ്യകതയുണ്ട്. ഒരാൾ സ്വാഭാവികമായും ചോദിക്കാം, എന്തിനാണ് നമ്മൾ ഈ യുദ്ധം ചെയ്തത്? എന്തിനാണ് അർജുനൻ ഗുരുക്കന്മാരെ എല്ലാം കൊന്നത്? അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു? അവരോടൊക്കെ ക്ഷമിച്ചാൽ പോരായിരുന്നു എന്നൊക്കെ ചോദിക്കാനുള്ള നിരവധി ചോദ്യങ്ങൾ വരാം സ്വാഭാവികാവസ്ഥയിൽ. അതെല്ലാം ഭൗതിക തലത്തിലാണ്. എന്നാൽ 2-ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ അർജുനന്റെ ആ ഭൗതികവാദം മാറ്റിയിട്ട് ആത്മീയ തലത്തിലേക്ക് ഉയർത്തുകയാണ്. വാസ്തവത്തിൽ അർജുനൻ നല്ല ശുദ്ധഭക്തനാണ്. നമുക്ക് വേണ്ടി ഈ 2 റോളും ആക്ട് ചെയ്യുകയാണ് ഭഗവാന്റെ ലീലയുടെ ഒരു ഭാഗമായിട്ട്. അപ്പൊ നമുക്ക് വേണ്ടി ആക്ട് ചെയ്യുകയാണ്. ഭഗവാൻ ഒരു മണ്ടനാണ്, ഒന്നും അറിയാത്തവനാണ്, ഭൗതിക തലത്തിലാണെന്നൊക്കെ എന്തിനാണ് തിരിച്ചു കഴിഞ്ഞാൽ നമ്മളെ പോലുള്ള ആൾക്കാർക്ക് അത് മനസ്സിലാക്കുക, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാർ ചോദ്യങ്ങൾ ചോദിക്കാം. എന്തിനാണ് ഈ യുദ്ധം ചെയ്തത്? എന്തിനാണ് ദുര്യോധനെ കൊന്നത്? ഇല്ലെങ്കിൽ എന്തിനാണ് ഭീഷ്മരെ കൊന്നത്? എന്തിനാണ് ദ്രോണരെ കൊന്നത്? അവരൊക്കെ എന്ത് തെറ്റാ ചെയ്ത്? അവരൊക്കെ ഗുരുക്കന്മാരില്ലേ? അവരുടെ മേലെ അസ്ത്രങ്ങൾ അയക്കാൻ പറ്റുമോ? അങ്ങനെയുള്ള ചോദ്യങ്ങൾ നിരവധി ചോദിക്കാം. അപ്പൊ അത്തരം ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരവെന്നോണമാണ് അർജുനനെ കൊണ്ട് അത്തരം ചോദ്യങ്ങൾ ചോദിപ്പിച്ചതിനും ആ ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായ മറുപടി ഭഗവാൻ പറയുന്നത്. അപ്പൊ അങ്ങനെ മറുപടി പറയുന്നതിലൂടെ ഭഗവത്ഗീത കംപ്ലീറ്റ് ആകുകയാണ്. അപ്പൊ ചോദ്യങ്ങൾ ഒരു വശത്തില്ലെങ്കിൽ ആ മറുപടിക്ക് പ്രസക്തമില്ലാതായിരുന്നു. അപ്പൊ അങ്ങനെ എപ്രകാരമാണോ ഒരാൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, ബാക്കി എല്ലാ സ്ക്രിപ്റ്റേഴ്സും അങ്ങനെ തന്നെയാണ് പോകുന്നത്. ശുഗമനിയും പരീക്ഷത്തുള്ള ആ ഒരു സംഭാഷണം നോക്കി കഴിഞ്ഞാൽ, ഭാഗവതത്തിന്റെ ആ സംഭാഷണം നോക്കി കഴിഞ്ഞാൽ ഓരോ ഭാഗത്തും ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. അങ്ങനെ ചോദ്യങ്ങളും ഉത്തരങ്ങളുടെ ആ ഒരു വേദിയിൽ പോകുന്നതുകൊണ്ടാണ് അതിന്റെ ഒരു ഭംഗി, ഒരു ബ്യൂട്ടി. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. അപ്പൊ ആ ഒരു ചോദ്യങ്ങള് ഇതിന് ഉത്തരം പറയാനൊരു പ്രചോദനമാകും. ഇപ്പൊ ഉദാഹരണം പറഞ്ഞ ക്ലാസ് കഴിഞ്ഞു, അതിനുശേഷം നിങ്ങളോട് ചോദിക്കും ചോദ്യങ്ങൾ എന്തുകൊണ്ട്. മിക്കവാറും ആരും ചോദിക്കത്തില്ല. പിന്നെ ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു മറുപടി കേൾക്കുമ്പം ആ ക്ലാസ്സിൽ നടന്നതിന്റെ ആ കണ്ടന്റ് ആ കേട്ടവർക്ക് മനസ്സിലാവുകയും വീണ്ടും കുറെ കൂടെ അത് മനസ്സിലാക്കാൻ അത് കഴിയുകയും ചെയ്യും, സാധിക്കുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഈ ക്ലാസ് ശേഷവും നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിലെ കുറെ ചോദ്യങ്ങളുണ്ട്. അതെല്ലാം തീർച്ചയായിട്ടും ചോദിക്കണം എന്നോട്. നമുക്ക് സമയം കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് ചർച്ച ചെയ്യാം. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഇപ്പൊ പറയാണ്, ദൗർബല്യം കൊണ്ട്, ആരുടെ ദൗർബല്യം കൊണ്ട്? അർജുനന്റെ ദൗർബല്യം കൊണ്ട് ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ട എനിക്ക്, ആർക്ക്? അർജുനന് കൃത്യനിർവഹണത്തെ പറ്റി ഒന്നും വ്യക്തമാകുന്നില്ല. അപ്പൊ ഇത്രയും നേരവും പറഞ്ഞപ്പോ, ആർഗ്യുമെന്റ്സ് തുടർന്നപ്പോ ഭഗവാൻ ഒരൊറ്റ ചോദ്യം ചോദിച്ചുള്ളൂ. എന്താണ്? കുതസ്ഥ കശ്മലമിതം, നിനക്ക് എവിടെ നിന്ന് കിട്ടി ഈ മണ്ടത്തരങ്ങൾ പിടിച്ച ഐഡിയാസ്? നീ ഒരു ബുദ്ധിമാനെ പോലെയൊക്കെയാണ് സംസാരിക്കുന്നത്, പക്ഷെ വായിന്ന് വീഴുന്നെല്ലാം മണ്ടത്തരമാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്കറിയില്ല. പിന്നെയും ഭഗവാൻ പറയുന്നുണ്ട്, ഇത് നിനക്ക് ശ്രേയസിലേക്കല്ല, നിന്നെ ഉപരിലോകങ്ങളിലേക്ക് നയിക്കില്ല, നിനക്ക് എന്താണ് നരകത്തിലേക്കും അകീർത്തിയിലേക്കുമാണ് നയിക്കുന്നതെന്ന് പറയുമ്പോൾ പറയുകയാണ്, ഈ അവസ്ഥയിൽ എനിക്ക് എന്താണ് യോജിച്ചതെന്ന് പറഞ്ഞു തരണം. ശരി, എന്നാൽ അവിടുന്ന് പറഞ്ഞതാ എനിക്ക് എന്താണ് യോജിച്ചത്. ഞാനിപ്പോൾ അങ്ങേ ശരണം പ്രാപിച്ച ശിഷ്യനാണ്. അതിതാ ഞാൻ അങ്ങേ ശരണം പ്രാപിച്ചിരിക്കുന്നു, ഞാൻ ശിഷ്യനാണ്. ഇന്നലെ വരെ നമ്മൾ സുഹൃത്തുക്കളായിരുന്നു, കഴിഞ്ഞ നിമിഷം വരെ നമ്മൾ സുഹൃത്തുക്കളായിരുന്നു. ഇപ്പൊ ഇതാ ഞാൻ അങ്ങേ ശരണം പ്രാപിച്ച ശിഷ്യനാണ്, ദയവായി ഉപദേശം തന്നാൽ. അപ്പൊ ഇങ്ങനെ വേണം ഓരോ കാര്യങ്ങളും നമ്മൾ പഠിക്കാനായിട്ട്.
അപ്പോ ഇവിടെ അർജുനൻ ഒരു സ്പെസിമെൻ ആവുകയാണ്, ഒരു മാതൃകയാവുകയാണ്. ഒരു ശിഷ്യൻ എപ്രകാരമാണ് ഒരു ഗുരുവിനെ സമീപിക്കേണ്ടതെന്ന് അത് കാണിക്കുകയാണ്. അപ്പൊ വേണമെങ്കിൽ നമുക്ക് എന്താണ് 4-ാം അധ്യായത്തിൽ 34-ാമത്തെ ശ്ലോകം വേണമെങ്കിൽ ഇതിനെ കൂടി ആസ്പദമാക്കി എടുക്കാം. തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന സേവയ ഉപദേശിന്റെ ജ്ഞാനം ജ്ഞാനീദാസ് തത്വദർശിന. ഒരു ആധ്യാത്മ ഗുരുവിനെ സമീപിച്ച് സത്യത്തെക്കുറിച്ച് അറിയാൻ ശ്രമിക്കണം. അദ്ദേഹത്തെ സേവിക്കുക, അദ്ദേഹത്തിൽ നിന്ന് വിനയപൂർവ്വം ചോദിച്ചറിയുക. ആത്മസാക്ഷാത്കാരം ലഭിച്ച ഒരാൾ സത്യം കണ്ടറിഞ്ഞിരിക്കുകയാൽ അദ്ദേഹത്തിന് ജ്ഞാനോപദേശം ചെയ്യാൻ കഴിവുണ്ട്. ഒരു ആധ്യാത്മിക ഗുരുവിനെ സമീപിച്ച് സത്യത്തെക്കുറിച്ച് അറിയാൻ ശ്രമിക്കണം. അതാണ് ആദ്യം ചെയ്യേണ്ട പണി. അപ്പൊ നമ്മളൊരു ഗുരുവിനെ സമീപിക്കണം, അഥവാ സെലക്ട് ചെയ്യണം, ഇല്ലെങ്കിൽ കണ്ടുപിടിക്കണം. എന്നിട്ട് അദ്ദേഹത്തെ സമീപിച്ചിട്ട് എന്താണ് സത്യത്തെക്കുറിച്ച് അറിയാൻ ശ്രമിക്കണം. എന്താണ് സത്യം? അദ്ദേഹത്തെ സേവിക്കണം. ചുമ്മാ അങ്ങോട്ട് ചെന്നപ്പോ എന്താണ്, നമ്മൾ വഴിയിലൊക്കെ പോകുമ്പം ചില അഡ്രസ്സൊക്കെ കാണിച്ചിട്ട് ഇന്ന സ്ഥലത്തേക്ക് പോകുന്നുള്ള വഴി ഇതാണോ എന്ന് ചോദിക്കുന്ന പോലെ ഗുരുവിനോട് ഒരിക്കലും ചോദിക്കരുത്. പിന്നെയോ അദ്ദേഹത്തെ സേവിക്കണം. എങ്ങനെയൊക്കെ നമുക്ക് സേവിക്കാൻ ഉള്ള അവസരം കിട്ടുമോ അതൊക്കെ അനുസരിച്ച് സേവിക്കണം. എന്നിട്ട് അദ്ദേഹത്തിൽ നിന്ന് വിനയപൂർവ്വം ചോദിച്ചറിയണം. വളരെ വിനയപൂർവ്വമാണ് അത് ചോദിച്ചറിയേണ്ടത്. പിന്നെന്താ പറയുക, ആത്മസാക്ഷാത്കാരം ലഭിച്ച ഒരാൾ, ഈ ഗുരു ആരാണ്? ആത്മസാക്ഷാത്കാരം കണ്ടറിഞ്ഞ ആളാണ്. അയാൾ സത്യം കണ്ടറിയുകയാൽ അദ്ദേഹത്തിന് ജ്ഞാനോപദേശം ചെയ്യാൻ കഴിവുണ്ട്. അദ്ദേഹത്തിന് നിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം ചെയ്യാനുള്ള അല്ലെങ്കിൽ മറുപടി പറയാനുള്ള കഴിവുണ്ട്. തീർച്ചയായിട്ടും മറുപടി പറയും. അപ്പൊ ഒരു ആധ്യാത്മിക ഗുരുവിനെ നമ്മൾ കണ്ടെത്തുകയും അദ്ദേഹത്തെ സമീപിക്കുകയും വിനയപൂർവ്വം നമ്മുടെ ചോദ്യങ്ങൾ ആദ്യം സേവനം ചെയ്യണം. പരിപ്രശ്നേന സേവ, അത് പിന്നീടാണ്. ആദ്യം എന്താണ്, നമ്മൾ സേവനം ചെയ്തിട്ട് വേണം ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് വേണമെന്നാണ് ആദ്യം പറയുന്നത്. ഭാവാർത്ഥത്തിലേക്ക് പോകും. ഹരേ കൃഷ്ണ. ശബ്ദം ക്ലിയർ ആണല്ലോ? സ്പീഡ് ഉണ്ടെങ്കിൽ പറയണേ. താങ്ക് യു. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം. ശ്രീല പ്രഭുപാദക്ക് ജയ. പ്രകൃത്യാ തന്നെ ഭൗതിക കർമ്മങ്ങളെല്ലാം ആരെയും അമ്പരപ്പിക്കുന്നതാണ്. ഓരോ അടിവയ്പിലും ആശങ്കയ്ക്ക് അവസരമുണ്ട്. അതുകൊണ്ട് ജീവിത ലക്ഷ്യം നിറവേറ്റുന്നതിന് ഉതകുന്ന വഴി കാട്ടിത്തരാൻ കഴിവുള്ള വിശ്വാസിയായ ഒരു ആധ്യാത്മ ഗുരുവിനെ സമീപിക്കേണ്ടതാണ്. എന്തിനാണ് ആധ്യാത്മ ഗുരുവിനെ സമീപിക്കേണ്ടതെന്നാണ് ഫസ്റ്റ് പോയിന്റ് പറയുന്നത്. എന്താണ്? പ്രകൃത്യാ തന്നെ. കാരണം എന്താണ്? സ്വാഭാവികം. പ്രകൃത്യാ തന്നെ ഭൗതിക കർമ്മങ്ങളെല്ലാം ആരെയും അമ്പരപ്പിക്കുന്നതാണ്. ഏത് നിമിഷം വേണമെങ്കിലും കുഴപ്പങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകാം. അതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ട. ഇപ്പോ നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലായാലും സുഹൃത്തുക്കളുടെ ഇടയിലായാലും അല്ലെങ്കിൽ ഏത് റിലേഷൻഷിപ്പിനായാലും പ്രശ്നങ്ങൾ വരാൻ, തെറ്റിദ്ധാരണകൾ വരാൻ ഒരു ചെറിയ സംഭവം മതി. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഭാര്യയും ഭർത്താവും. ആ ഭാര്യ ഭർത്താവ് വിചാരിച്ചു എന്റെ ഭാര്യയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് പൂക്കൾ. എന്നാൽ ഓഫീസിൽ നിന്ന് വിട്ടു വരുന്ന വഴി മാർക്കറ്റിൽ പൂക്കൾ വിൽക്കുന്ന ഒരാളിനെ കണ്ടു. മുല്ലപ്പൂവായിരുന്നു. മുല്ലപ്പൂ വാങ്ങിച്ചു, കൊണ്ടുവന്ന് ഭാര്യയ്ക്ക് കൊടുത്തു. ഭാര്യയ്ക്ക് ഭയങ്കര സന്തോഷമായി. ഭാര്യയുടെ സന്തോഷം കണ്ടപ്പോൾ ഇത്രയും നാളും കാണാത്ത ഒരു സന്തോഷവും ഒരു 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 കണ്ണിലൊരു തിളക്കമൊക്കെ ഭർത്താവ് ദർശിച്ചപ്പോൾ അയാൾക്കും ഭയങ്കര സന്തോഷമായി. പിറ്റേ ദിവസം വിചാരിച്ചു അയാള് മുല്ലപ്പൂ വാങ്ങിച്ചേക്കാൻ ഭാര്യയ്ക്ക് കൊടുത്തു. ഭാര്യയ്ക്ക് വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചു. അങ്ങനെ 2 ദിവസമായി, 3 ദിവസമായി, 4 ദിവസമായി, 5 ദിവസമായപ്പം ഭാര്യ ഒരു ചെറിയ ചോദ്യം ചോദിച്ചു. അതിരിക്കട്ടെ, ഈയിടെ മുല്ലപ്പൂക്കളൊക്കെ കൊണ്ടുവരുന്നുണ്ടല്ലോ, ആ മുല്ലപ്പൂ വിൽക്കുന്നവൾ ഇത്രയ്ക്ക് സുന്ദരിയാ? ബാക്കി കാര്യം നിങ്ങൾ ഊഹിക്കാം. ഇപ്പോ നമ്മൾ നല്ല കാര്യങ്ങൾക്കായിരിക്കും ചിലപ്പോൾ ചെയ്യുന്നത്. മാതാജിമാരെ കളിയാക്കുന്ന കഥയല്ലേ, സോറി. അപ്പോ ഇത്തരം വളരെ ചെറിയ സംഭവങ്ങൾ മതി വളരെ സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ജീവിത അന്തരീക്ഷം തകിടം മറിയും. അതുകൊണ്ടാണ് പറയുന്നത്, പ്രകൃത്യാ തന്നെ ഭൗതിക കർമ്മങ്ങളെല്ലാം ആരെയും അമ്പരപ്പിക്കുന്നതാണ്. ഓരോ അടിവെപ്പിലും ആശങ്കയ്ക്ക് അവസരമുണ്ട്. കാരണം ഏത് സ്റ്റെപ്പിലും നമ്മൾ വീഴാം. അതുകൊണ്ട് ജീവിത ലക്ഷ്യം നിറവേറ്റുന്നതിന് ഉതകുന്ന വഴി കാട്ടിത്തരുവാൻ കഴിവുള്ള വിശ്വാസിയനായ ഒരു ആധ്യാത്മിക ഗുരുവിനെ സമീപിക്കേണ്ടത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളുടെ ജീവിതത്തിലെ ഓരോ സ്റ്റെപ്പും നമ്മൾ ആധ്യാത്മിക ഗുരുവിന്റെ ഉപദേശപ്രകാരം ഇല്ലെങ്കിൽ ആ ഒരു ഇൻസ്ട്രക്ഷൻ പ്രകാരമായിരിക്കും നമ്മൾ മുന്നോട്ട് പോകണമെന്ന് വിചാരിക്കുന്നത്. ഇതിന്റെ അർത്ഥം നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് ഉടനെ തന്നെ ബ്രഷ് ചെയ്യാൻ ഗുരുവേ ഞാൻ ബ്രഷ് ചെയ്തിട്ട് വരട്ടെ, ഗുരുവേ ഞാൻ കുളിച്ചിട്ട് വരട്ടെ, ഇങ്ങനല്ല അതിന്റെ അർത്ഥം. പിന്നെയോ പ്രധാനവും അപ്രധാനവും എല്ലാ കാര്യത്തിനും നമ്മൾ
ഭഗവാൻ വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ എക്സ്പാൻഷൻ തന്നെയാണ് ഗുരു. അതൊരു പോയിന്റ് ഞാൻ ആഡ് ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അതായത് എപ്രകാരമാണോ രാധാറാണിയുടെ എക്സ്പാൻഷൻ വന്നത്, അതായത് എങ്ങനെയാണ്, അതായത് ഭഗവാന് സ്വയം തോന്നി എന്റെ സന്തോഷത്തിന്റെ പരമോന്നതി എന്താണ്? ഭക്തിയുത സന്തോഷം, അല്ലെങ്കിൽ ആ ഒരു മാധുര്യഭാവത്തിലെ സന്തോഷം. അതാണ്, അതിൽ കവിഞ്ഞൊരു സന്തോഷമില്ല. ഈ സന്തോഷം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല, അതെനിക്കൊന്ന് കാണണം, അതിന്റെ ഒരു മൂർത്തിഭാവം എനിക്കൊന്ന് കാണണം എന്ന് വ്യക്തമായി മനസ്സിലാക്കുന്നതിന് തന്റെ ഹ്ലാദിനീ ശക്തി എന്താണെന്ന് മനസ്സിലാക്കാൻ ഭഗവാൻ സ്വയം എക്സ്പാൻഡ് ചെയ്ത ആ അവതാരമാണ് രാധാറാണി. അതുകൊണ്ട് ഭഗവാൻ തന്നെയാണ് രാധാറാണി തന്നെയാണ് ഭഗവാൻ. അതുകൊണ്ടാണ് പറയുന്നത് ഭഗവാനും രാധാറാണി തമ്മിൽ വ്യത്യാസമില്ല. എപ്രകാരമാണോ ഭഗവാന്റെ ഉള്ളിൽ തന്റെ ഹ്ലാദിനീ ശക്തി എനിക്ക് തന്നെ കാണണം, അതിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ രാധാറാണിയായി ഭഗവാൻ അവതരിച്ചതോ, അതുപോലെ തന്നെ ഗുരുതത്വവും ഭഗവാൻ തന്നെയാണ്. അതായത് ഞാൻ ഒറ്റയ്ക്ക് പരമാത്മാവായി അകത്തിരുന്നാൽ പോരാ, പിന്നെയോ പുറത്തു നിന്ന് ഗുരുവിന്റെ സപ്പോർട്ടും കൂടെ വേണം. അതുകൊണ്ടാണ് പറയുന്നത് അകത്തു നിന്ന് പരമാത്മാവും പുറത്തു നിന്ന് ഗുരുവും സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. അങ്ങനെ പുറത്തുനിന്ന് സപ്പോർട്ട് ആവശ്യമുണ്ടെന്ന് കണ്ടപ്പോ എനിക്ക് ഗുരുതത്വമായി വരണം. അങ്ങനെ ഗുരുതത്വത്തിലേക്ക് എക്സ്പാൻഡ് ചെയ്ത എക്സ്പാൻഷനാണ് ബലരാമൻ. ആ ബലരാമൻ ഗുരുതത്വമായി വന്നു. ബാക്കി ഇപ്പോട്ടുള്ള എല്ലാ എക്സ്പാൻഷൻസും ബലരാമനിൽ നിന്നാണ് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഗുരുവിനെ സമീപിക്കണമെന്ന് പറയുന്നതും ഭഗവാനെ സമീപിക്കണമെന്ന് പറയുന്നത് ഏതാണ്ട് ഒരുപോലെയാണ് വരുന്നത്. പക്ഷെ രണ്ടും രണ്ട് തത്വങ്ങളാണ്. ഒന്ന് ഗുരുതത്വമാണ്, മറ്റൊന്ന് ഭഗവത് തത്വമാണ്. രണ്ടും രണ്ട് സ്റ്റെപ്പാണ്. കാരണം ഈയിടെ എൻ്റെ ഗുരുമഹാരാജുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു പോയിന്റാണ്, ഞാൻ ചോദിച്ച ചോദ്യമാണ് ഇതായിരുന്നു. മഹാരാജ്, നമ്മള് രാധാഷ്ടമി വരുമ്പം നമ്മൾ രാധാറാണിയെ പുകഴ്ത്തി എന്നിട്ട് പറയും രാധാറാണിയെ സേവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഭക്തിയുത സേവനത്തിൽ മുകളിലേക്ക് പോകാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് ബലരാം ജയന്തി വരുമ്പോ പറയും നമ്മൾ ബലരാമനെ ശരിക്കും പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ബലരാമന്റെ പൂജയിലൂടെ അല്ലെങ്കിൽ ഗുരുതത്വത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നമ്മൾ ഭക്തിയുത സേവനത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പിന്നെ ഇങ്ങോട്ട് വരുമ്പോ നിത്യാനന്ദ ജയന്തി വന്നു. അങ്ങനെ ഓരോ ജയന്തി വരുമ്പോഴും പറയും ഇന്ന ആളില്, അല്ലെങ്കിൽ തുളസി പൂജ വരുമ്പം, അല്ലെങ്കിൽ തുളസി മഹാറാണിയുടെ ആ ഒരു തുളസി വിവാഹത്തിന്റെ ആ ഒരു ഉത്സവം വരുമ്പോ പറയും തുളസിയെ പ്രാർത്ഥിക്കണം, തുളസിയെ എന്താണ് പരിചരിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അങ്ങനെ തുളസി റാണിയിലൂടെ മാത്രമേ നമുക്ക് ഭക്തിയുത സേവനം ചെയ്യാൻ പറ്റൂ. അപ്പൊ ഞാൻ ചോദിച്ചു, ബേസിക്കലി നമ്മൾ ഏതിലൂടെയാണ് പോകേണ്ടത്? തുളസി റാണിയിലൂടെ പോകണോ, രാധാറാണിയിലൂടെ പോകണോ, ബലരാമനിലൂടെ പോകണോ, നിത്യാനന്ദ പ്രഭു എവിടെയാണ്? ആകപ്പാടെല്ലാം കൂടെ കൺഫ്യൂഷൻ അല്ലേ? ഈ ഓരോ ഉത്സവം വരുമ്പോഴും നമ്മൾ ആചാര്യന്മാര് പറയും ഇന്ന ആളിന്റെ കൂടെ പോയെങ്കിൽ മാത്രമേ നമുക്ക് ഭക്തിയുത സേവനത്തിൽ മുന്നോട്ട് പോകാൻ പറ്റൂ. അപ്പൊ മഹാരാജ് പറഞ്ഞ സിമ്പിളായ ഒരു മറുപടിയാണ് പറഞ്ഞത്. നിനക്ക് തുളസി റാണിയും സംതൃപ്തിപ്പെടുത്താൻ കഴിയില്ല, രാധാറാണിയും സംതൃപ്തിപ്പെടുത്താൻ കഴിയില്ല, പിന്നെന്താണ്, ആരെയും നിനക്ക് ഭഗവാനെ ഒട്ടുമേ നിനക്ക് സംതൃപ്തിപ്പെടുത്താൻ കഴിയില്ല. നിനക്ക് സംതൃപ്തിപ്പെടുത്താനും സേവിക്കാനും കഴിയുന്ന ഒരേ ഒരു പാദം എന്ന് പറയുന്നത് ഗുരുപാദം. അതാണ് ഗുരുതത്വം. കാരണം ഗുരു നമുക്ക് വളരെ സരളമായി, വളരെ സിമ്പിളായി നമ്മുടെ മുന്നിൽ അവതരിച്ചിരിക്കുകയാണ് വ്യക്തിഭാവത്തിൽ. ആ ഗുരുവിനെ സേവിക്കുക, ആ ഗുരുവിന്റെ ആശീർവാദത്തോടു കൂടി വളരെ നിസ്സാരമായിട്ട് നമുക്ക് ഭക്തിയുത സേവനങ്ങളും ഭക്തിയിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയും. പക്ഷെ ഇതിന്റെ അർത്ഥം നമ്മൾ ആ കേട്ട കഥകളൊക്കെ തെറ്റാണെന്നല്ല, ശരിയാണ്. പക്ഷേ ഗുരുവിന്റെ സേവയിലൂടെ, ഗുരുവിന്റെ ആശീർവാദത്തിലൂടെ വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. അവിടെ കൊണ്ടാണ് പറയുന്നത് പ്രകൃത്യാ തന്നെ ഭൗതിക കർമ്മങ്ങളെല്ലാം ആരെയും അമ്പരപ്പിക്കുന്നതാണ്. ഓരോ അടിവെപ്പിലും ആശങ്കയ്ക്ക് അവസരമുണ്ട്. അതുകൊണ്ട് ജീവിത ലക്ഷ്യം നിറവേറ്റുന്നതിന് ഉതകുന്ന വഴി കാട്ടിത്തരുവാൻ കഴിവുള്ള വിശ്വസനായ ഒരു ആധ്യാത്മ ഗുരുവിനെ സമീപിക്കേണ്ടത്. അപ്പോൾ ഓരോ സ്റ്റെപ്പിലും ജീവിതത്തിന്റെ നമുക്ക് നമ്മളെ കൊണ്ട് പ്രയാസം ഉണ്ടെന്ന് തോന്നിക്കുന്ന ആ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഭഗവാനെ അഥവാ ഗുരുവിനെ നമ്മൾ സമീപിക്കുകയും ഓർക്കുകയും, ഓൾവേസ് റിമെമ്പർ കൃഷ്ണ, നെവർ ഫർഗെറ്റ് കൃഷ്ണ, ആ ഒരു പോയിന്റ് അനുസരിച്ച് നമ്മൾ എപ്പോഴും ആ ഒരു ഗുരുത്വത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോകണമെന്നാണ് ഫസ്റ്റ് പോയിന്റ്. താൻ ആഗ്രഹിക്കാതെ തന്നെ വന്നുപെടുന്ന ജീവിത പ്രശ്നങ്ങളിൽ നിന്ന് മോചനം കിട്ടാൻ ഒരു ആത്മീയ ആചാര്യന്റെ സഹായം തേടണമെന്ന് എല്ലാ വൈദിക ഗ്രന്ഥങ്ങളും വിധിക്കുന്നുണ്ട്. ആരും കൊളുത്താതെ തന്നെ ആളിക്കെത്തുന്നത് കാട്ടുതീ പോലെയാണ് ജീവിത പ്രശ്നങ്ങൾ. ജീവിതത്തിൽ ആഗ്രഹിക്കാതെ തന്നെ വിഭ്രാന്തികൾ വന്നുപെടുന്നു. ഇവിടെ കാട്ടുതീയോടാണ് ജീവിത പ്രശ്നങ്ങൾ ഉപമിച്ചിരിക്കുന്നത്. നമ്മൾ ശിഷ്ടാഷ്ടകത്തിൽ പഠിച്ചിട്ടുണ്ട്. ചേതോ തർപ്പണമാർജനം ഭവമഹ ദാവാഗ്നി നിർവാപണം. ദാവാഗ്നി, അതായത് ദവാഗ്നിയോടാണ് ജീവിത പ്രശ്നങ്ങളെ കമ്പയർ ചെയ്തിരിക്കുന്നത്. എന്താണ് ദവാഗ്നി? കാട്ടുതീ എന്നാണ് ഉദ്ദേശിച്ചത്. കാട്ടുതീയുടെ പ്രത്യേകത എന്താ? കാട്ടുതീക്ക് കത്തുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ട. മരങ്ങൾ തമ്മിൽ ഉരസിയാൽ
കാട്ടുതീ ഉണ്ടാകും. ഒരു ഇടിമിന്നലേറ്റാൽ ഉണക്ക വൃക്ഷങ്ങൾ കത്തുകയും ബാക്കിയുള്ള പുല്ലും കരിയിലുകളും ഒക്കെ കത്തി പതുക്കെ പതുക്കെ തീയാകുകയും ചെയ്യും. ഇതൊന്നുമില്ലാതെ ഭൂമിയുടെ അടിഭാഗം നമുക്കറിയാം ലാവ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അത് ഭൂമിയുടെ മൃദുലമായ ഭാഗം, അതായത് പാറക്കെട്ടുകളിലൊക്കെ കുറഞ്ഞിരിക്കുന്ന ഭാഗത്തിലേക്ക് വരും. നമ്മുടെ ഇവിടെങ്ങും അഗ്നിപർവ്വതങ്ങളില്ല, അതുകൊണ്ട് നമുക്ക് ആ ഒരു അനുഭവമില്ല അഗ്നിപർവ്വതങ്ങളെന്ന്. എന്നാൽ റഷ്യയിൽ അങ്ങനെയല്ല. അവിടെ ഭൂമിയുടെ ഉപരിതലം വളരെ കട്ടി കുറഞ്ഞതാണ്, ലോഹങ്ങളുടെ അളവ് കൂടുതലാണ്. കാരണം അവിടുത്തെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് സ്വർണവും വജ്രവും അതുപോലുള്ള ഖനനം ചെയ്തതാണ്. നമുക്കിവിടെ കപ്പയും നെല്ലും ഒക്കെയാണ് കൃഷിയെങ്കിൽ റഷ്യയിലെ കൃഷി എന്ന് പറയുന്നത് ധാതു ലവണങ്ങളാണ്. അപ്പോ അവിടെ എന്താണ്, ചുമ്മാ ഒന്ന് മാന്തിയാൽ സ്വർണം കിട്ടും, ചെമ്പ് കിട്ടും, വെള്ളി കിട്ടും. അങ്ങനെയാണ് അവിടുത്തെ പ്രത്യേകത. അപ്പൊ ഇങ്ങനെ ഭൂമിയുടെ ഉപരിതലം കട്ടി കുറഞ്ഞിരിക്കുകയാണെങ്കിൽ ആ ഭാഗം നോക്കി എന്താണ് ഈ ലാവകൾ പുറത്തോട്ട് വരികയും അപ്പോഴായിരിക്കും എന്തെങ്കിലും തീയുടെ ഒരു അംശം ഉണ്ടാകുകയും ചെയ്യുമ്പോൾ ഈ ലാവ പെട്ടെന്ന് കണക്ട് ആകും. അങ്ങനെ തീ പിടിക്കും. ഈ തീ പിടിച്ചു കഴിഞ്ഞാൽ ലാവയിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. അതായത് ഭൂമിയുടെ അന്തർഭാഗത്ത് കത്തി തിളച്ച് മറിഞ്ഞ് കിടക്കുന്ന ആ ലാവയിലേക്ക് ലോഹം ദ്രവരൂപത്തിൽ കിടക്കാണ്. അതിൽ കത്തിപ്പടരുകയും ചെയ്തു കഴിഞ്ഞാൽ ആ തീ ഒരിക്കലും അണയ്ക്കാൻ പറ്റില്ല. നമ്മൾ മറ്റേ പറഞ്ഞ തീ എന്ന് പറഞ്ഞാൽ മരങ്ങൾ തമ്മിൽ കൂട്ടി വരച്ചുണ്ടായിരുന്ന തീയും ഇല്ലെങ്കിൽ ഇടിമിന്നലേറ്റ തീയും ഒക്കെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് അണയ്ക്കാൻ പറ്റും. പക്ഷെ ഈ തീ എന്ന് പറയുന്നത് ലാവയാണ് കണക്ട് ചെയ്യുന്നത്. അത് ഭൂമിയുടെ അന്തർഭാഗത്തേക്ക് ആ തീ പടർന്ന് പൊയ്ക്കൊണ്ടേയിരിക്കും. നമ്മൾ വെളിയിൽ നോക്കുമ്പോൾ പുക മാത്രമേ കാണത്തുള്ളൂ. കൃഷിയിലങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സമയത്ത് മാസങ്ങളോളം പുക നിറഞ്ഞിരിക്കുമായിരുന്നു. കാരണം വിഷപ്പുകയാണ്. കാരണം ഈ പുക എങ്ങനെ മാറ്റാനാ? വെള്ളം ഒഴിക്കുന്തോറും പുക കൂടി വരത്തേ ഉള്ളൂ. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഈ ദാവാഗ്നി എന്ന് ഉദ്ദേശിക്കുന്നത്, കാട്ടുതീ എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ സാധാരണ തീയല്ല. ഇത് വനത്തിൽ പിടിപെട്ടാൻ എന്ത് പറ്റും? ഭൂമിക്ക് അടിയിലെ ഈ ലാവയായിട്ട് കണക്റ്റായി തീയായി പിന്നെ മുകളിലുള്ള സർവ്വ വൃക്ഷങ്ങളും പച്ച മരങ്ങൾ വരെയും കത്തിജ്വലിച്ചു പോകും. കാരണം ഈ തീ അത്രയ്ക്കും ചൂടുള്ളതാണ്. അതുകൊണ്ട് ഭയങ്കരമായി തീ ഉണ്ടാകും. ഇത് തന്നെയാണ് ഉപമിച്ചിരിക്കുന്നത് ഇവിടെ. എന്താണ്? താൻ ആഗ്രഹിക്കാതെ തന്നെ വന്നുപെടുന്ന ജീവിത പ്രശ്നങ്ങൾ നിന്ന് മോചനം കിട്ടാൻ ഒരു ആത്മീയ ആചാര്യന്റെ സഹായം തേടണം. നമുക്ക് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരണമെന്ന്? പക്ഷെ നമ്മൾ ആഗ്രഹിച്ചില്ലെങ്കിലും പ്രശ്നങ്ങൾ വരേണ്ട സമയത്ത് വന്നുകൊണ്ടേയിരിക്കും. ആരും കൊളുത്താതെ തന്നെ ആളി കത്തുന്ന കാട്ടുതീ പോലെയാണ് ജീവിത പ്രശ്നങ്ങൾ. വീണ്ടും നമ്മൾ പറഞ്ഞ പോയിന്റ് തന്നെ ആവർത്തിക്കുകയാണ്. കാട്ടുതീയോട് ഉപമിച്ചിരിക്കുകയാണ്. ജീവിതത്തിൽ ആഗ്രഹിക്കാതെ തന്നെ വിഭ്രാന്തികൾ വന്നുപെടുന്നു. വിഭ്രാന്തികളും കാട്ടുതീയും സെയിമാണ്. ലോകത്തിന്റെ സ്ഥിതി അങ്ങനെയാണ്. കാട്ടുതീ ആർക്കും ആവശ്യമില്ലെങ്കിലും അത് കത്തിപ്പടരുക തന്നെ ചെയ്യുന്നു. നമ്മൾ സംവൃതരാകും. ഇപ്പൊ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വേണം വേണ്ട നമ്മളല്ല തീരുമാനിക്കുന്ന, അത് ഓട്ടോമാറ്റിക്കായിട്ട് വന്നു പോകും. പിന്നെ അതെങ്ങനെ സോൾവ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, മഴയത്ത് നമുക്ക് ഒരിടത്ത് പോകണം, ഇല്ലേ? മഴയത്ത് പോകണം. മഴയെ നമുക്ക് നിർത്താൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യണം? ഒരു കുട പിടിച്ചാൽ മതി. കുട പിടിച്ചു കഴിഞ്ഞാൽ മഴയത്ത് നമുക്ക് നടന്ന് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോകാം. ഇപ്പൊ ഓട്ടോറിക്ഷ വിളിച്ചാൽ മതി കേട്ടോ, പണ്ടത്തെ ഉദാഹരണമാണ്. അപ്പോ ഒരു കുടയെ പ്രകാരമാണോ മഴയത്ത് നമ്മളെ സഹായിക്കുന്നത്, അതുപോലെയാണ് നമ്മുടെ ജീവിത പ്രശ്നങ്ങളിൽ ഭഗവാൻ അഥവാ ഭക്തി അഥവാ ഗുരു നമ്മളെ സഹായിക്കുന്നു. ഗുരുവിന്റെ കൃപാ കടാക്ഷം ഇല്ലെങ്കിൽ ഭക്തിയുത സേവനത്തിന്റെ ആ ഒരു പവർ, അത് കുട പോലെ നമ്മളെ സംരക്ഷിക്കും. നമുക്ക് പ്രശ്നങ്ങളെ ഒഴിവാക്കാൻ പറ്റില്ല. മഴയെ നമുക്ക് നിർത്താൻ പറ്റൂ? ഇല്ല. ഇപ്പൊ മഴയെ പ്രകാരമൊന്നും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാതെ, നിർത്താൻ പറ്റാതെ, പക്ഷെ അതിലൂടെ നമുക്ക് കുട പിടിച്ചു പോകാം. അതുപോലെ നമ്മൾ നമ്മുടെ പ്രശ്നങ്ങൾ ഗുരുവിൽ അർപ്പിക്കുക, ഭഗവാനിൽ അർപ്പിക്കുക. എന്നിട്ട് ആ ഭക്തിയുത സേവനത്തിന്റെ പവറിൽ അല്ലെങ്കിൽ ഗുരു കൃപാ കടാക്ഷത്തിൽ ഒരു കുടയായി നമ്മൾ ഈസി ആയിട്ട് ഈ ജീവിതം നടന്നു പോകുമെന്നാണ് പറയുന്നത്. ജീവിതത്തിലെ സംഭ്രാന്തികളിൽ നിന്ന് മോചനം കൈവരാനും ശാസ്ത്ര സംബന്ധമായ പരിഹാരം നേടാനുമായിക്കൊണ്ട് ഒരാൾ പാരമ്പര്യമുള്ള ആത്മീയ ഗുരുവിനെ സമീപിക്കേണ്ടതാണെന്ന് വൈദിക ഗ്രന്ഥങ്ങൾ ഉപദേശിക്കുന്നു. വിശ്വസനായ ആത്മീയ ഗുരുവിനെ ലഭിച്ച ഒരു വ്യക്തി എല്ലാം അറിയേണ്ടതാണ്. ഭൗതികമായ സംരംഭങ്ങളിൽ ഉഴപ്പെടാതെ ഒരു ആധ്യാത്മിക ഗുരുവിനെ സമീപിക്കണം. അതാണ് ഈ ശ്ലോകത്തിന്റെ സാരം. അപ്പൊ നമ്മള് തീർച്ചയായിട്ടും ജീവിത പ്രശ്നങ്ങൾ വരുമ്പോൾ ഒരു ഗുരുവിനെ സമീപിക്കുക. ആ ഗുരുവിൽ നിന്ന് നമ്മൾ സ്വീകരിക്കുക. അതനുസരിച്ച് മുന്നോട്ട് പോകുക. ഇവിടെ ഗുരുക്കന്മാരെ നമ്മൾ സ്വീകരിക്കുമ്പോൾ 3 തരത്തിലുള്ള രീതികൾ പറയുന്നുണ്ട്. അതാണ് കഴിഞ്ഞ ആഴ്ച വിട്ടുപോയ കഥ എന്ന് പറയുന്നത്. ഇപ്പൊ പറയാം. 3 തരത്തിലാണ് അതിനെ പറയുന്നത്. ആദ്യത്തെ കഥ നമ്മളൊക്കെ കേട്ടിട്ടുള്ള കഥയാണ്. അതായത് ന്യൂട്ടർ, അതായത് ഗുരുവിനെ നമ്മൾ
അതായത് കർമ്മങ്ങൾ, വിധി നമ്മൾ പറയാം, ഇതെന്റെ വിധിയാ, ഞാൻ സഹിച്ചോളാം എന്ന് പറഞ്ഞു പോകുന്ന ആൾക്കാരുണ്ട്. അവരതിനെ എതിർക്കാനും പോകുന്നില്ല, അതിനെ സോൾവ് ചെയ്യാനും പോകുന്നില്ല. അപ്പൊ രണ്ട് തരത്തിൽ അവർ പോകുന്നില്ല, അത് ന്യൂട്രൽ ആയിട്ടുള്ള ഒരാൾ. അതായത് നമ്മളൊക്കെ കേട്ടുള്ള കഥയാണ്. ഒരു ഭിക്ഷക്കാരൻ, അയാള് എന്താണ് രാവിലെ മുതൽ ഭിക്ഷ എടുത്ത് ഇങ്ങനെ നടക്കുകയാണ്. ഭഗവാൻ എന്തേലും തരണേ 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 എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോ പാർവതിയും മഹാദേവനും മുകളിൽ ഇരുന്നത് കാണുന്നു. ഉടനെ തന്നെ പാർവതി ദേവി പറയുന്നു, ആ മനുഷ്യൻ എത്രയോ കാലം കൊണ്ട് ഇങ്ങനെ ഭിക്ഷ അയച്ച് നടക്കുകയാണ്, എന്തെങ്കിലും അയാൾ കൊടുക്കണേ എന്ന് പറയുന്നു. അപ്പൊ മഹാദേവൻ പറയുന്നുണ്ട്, എന്താണ്, അവന് കൊടുത്തിട്ട് കാര്യമില്ല, കാരണം അവന്റെ വിധിയില് അവൻ വളരെ വിശ്വസ്തനാണ്, അവൻ ആ വിധിക്ക് അപ്പുറം ഒന്നും ചെയ്യാൻ ആഗ്രഹിക്കുന്നവനല്ല, അതുകൊണ്ട് അവന് വിധിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ കിട്ടുന്നുള്ളെന്ന് അറിയാവുന്ന ഒരു വ്യക്തിയാണ്, അവൻ എന്ത് കൊടുത്താലും ഒരു പ്രയോജനമില്ല. അപ്പൊ പാർവതി ദേവി വീണ്ടും പറയും, നിങ്ങളൊന്ന് കൊടുത്തു നോക്ക്, അപ്പോഴറിയാമല്ലോ. പിന്നുള്ള കഥ നിങ്ങൾക്ക് അറിയാം. അയാൾ നടന്നു വരികയായിരുന്നു, മഹാദേവൻ ഒരു നിധികുമ്പ് അയാളുടെ മുന്നേ കൊണ്ടുവെക്കും. അയാൾ അത് ഉടനെ തന്നെ വിചാരിക്കും, ഇത്രയും നാൾ ഞാൻ കണ്ടു തുറന്ന് നടന്നിട്ട് ഒന്നും എനിക്ക് കിട്ടിയില്ല, ഇനിയും കുറെ നാൾ ഞാൻ കണ്ണടച്ച് പോവാണെന്ന് പറഞ്ഞ് ആ നിധികുമ്പ് അയാള് കിട്ടാതെ പോകുന്നുണ്ട്. അപ്പൊ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അതായത് നമുക്ക് വിധിച്ചിട്ടുള്ളത് എനിക്ക് കിട്ടും, പോട്ടെ, ഞാനിപ്പോ എന്ത് പറഞ്ഞാലും ഒരു കാര്യമില്ല. നാമം ജപിച്ചിട്ട് എന്ത് കാര്യം? ഒരു കാര്യമില്ല. ഭഗവത്ഗീത വായിച്ചിട്ട് എന്ത് കാര്യം? എനിക്ക് വരാനുള്ളതൊക്കെ വരും. എന്റെ ഭഗവാനെ ഞാൻ അങ്ങ് സഹിച്ചോളാം, ഞാൻ സത്സംഗത്തിൽ വരികയില്ല, എന്നെ വിളിക്കണ്ട, ഞാൻ വരത്തില്ല, എന്റെ ഭഗവാൻ എന്റെ കൂടെ ഉണ്ട്, ഞാൻ എനിക്കത് മതി. ഇങ്ങനെ പറയുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അവരുടെ സ്റ്റെപ്പാണ് ഈ പറഞ്ഞത്. അതായത് വന്നിട്ടുള്ള വസ്തുക്കളെല്ലാം തന്നെ ഇത് എനിക്ക് വധിച്ചിട്ടുള്ള, അത് ഞാൻ അനുഭവിച്ചോളാം, വേറെ ഒന്നും ചെയ്യണ്ട എന്ന് പറയുന്നത്. എന്നാൽ നാമഹരിനാമ കീർത്തനവും ബാക്കിയുള്ള കാര്യവും ഭക്തിയുത സേവനം ചെയ്താൽ നിന്നിൽ എഴുതിയിട്ടിരിക്കുന്ന എല്ലാ രേഖകളും മാറ്റാൻ കഴിവുണ്ടെന്നുള്ളതാണ് എന്റെ യഥാർത്ഥ പ്രമാണം. അത് നമ്മൾ അടുത്ത കഥയിൽ പറയും. രണ്ടാമത്തെ സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എതിർക്കുന്ന ആൾക്കാരാണ്. അതായത് ഭക്തിയുത സേവനം ഉണ്ട്, പക്ഷെ സന്താത്മാക്കളെ അല്ലെങ്കിൽ ഗുരുക്കന്മാരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അവരെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലാണ്. വേറൊരു കഥയാണ്. ഒരിടത്ത് ഒരു പ്രഭാഷണം നടക്കുകയാണ്. പ്രഭാഷണ വേദിയിൽ പ്രവാചകൻ അല്ലെങ്കിൽ ആത്മീയ ഗുരു വളരെ കാര്യമായിട്ട് പ്രസംഗം നടത്തും. അതിന്റെ സമ്മറി ഇതായിരുന്നു, അതായത് നിന്റെ ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളും അതാത് സമയങ്ങളിൽ സംഭവിക്കും, എന്നാൽ ഭക്തിയുത സേവനത്തിലൂടെ നമുക്കതിനെ സോൾവ് ചെയ്യാൻ കഴിയും. ഇതാണ് നമ്മൾ മുമ്പേ പറഞ്ഞത്, ഇപ്പൊ പറയുന്നത്. ആദ്യം പറഞ്ഞവൻ അത് വിശ്വാസമില്ല, അത് ഇപ്പൊ പറഞ്ഞവനും വിശ്വാസമില്ല. ഇപ്പൊ പറഞ്ഞവൻ എന്താണ്, കുറച്ചുകൂടി നിരീശ്വരവാദിയും കുറച്ചുകൂടെ ആക്ടിവിസ്റ്റും ഒക്കെയാണ്. അയാള് ഒരു പറമ്പിൽ നിന്ന് കൃഷി ചെയ്യാണ് അല്ലെങ്കിൽ കിളക്കുകയാണ്, എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ മൈക്കിലൂടെ ഈ പ്രഭാഷണം ഇങ്ങനെ കേൾക്കുകയും ചെയ്യുന്നുണ്ട്. വളരെ നല്ല കാര്യമാണ് ചെയ്തത്. ഇങ്ങനെ വിചാരിച്ചു, ഓഹോ, അപ്പോ സംഭവിക്കാനുള്ളതൊക്കെ സംഭവിക്കുക തന്നെ ചെയ്യും, യാതൊരു വ്യത്യാസവും ഇല്ലല്ലേ, ആ ഒരു രീതിയിൽ. എന്നാൽ ഈ സന്യാസവര്യനെ ഇല്ലെങ്കിൽ ഈ പ്രഭാഷണം നടത്തിയ ആളെന്ന് കണ്ടിട്ടൊന്ന് ചോദിക്കണം. കാരണം ആക്ടിവിസ്റ്റുകളുടെ ഒരു സ്റ്റൈലാണ്, അവര് ആർഗ്യുമെന്റ്സ് നടത്തി അവർ വിജയിച്ചു കളയും. അങ്ങനെ ഇയാൾ ഉച്ചയ്ക്കുള്ള ലഞ്ച് ബ്രേക്ക് ആയി കഴിഞ്ഞപ്പോൾ അയാൾ അവിടെ കൃഷി അവിടെ നിർത്തിയിട്ട് ഓടി വന്ന് ഈ പ്രഭാഷണം നടത്തി സ്വാമിജിയെ കണ്ടു. സ്വാമിജി പ്രണാം, എനിക്കൊരു ചോദ്യമുണ്ട്. ചോദിച്ചോളൂ. പറഞ്ഞു, അല്ല, അവിടുത്തെ പ്രഭാഷണത്തിൽ ഞാൻ കേട്ടായിരുന്നു, നമുക്ക് വിധിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അനുഭവിക്കുക തന്നെ ചെയ്യും, അതിന് യാതൊരു മാറ്റവും ഇല്ല എന്ന്. ഉടനെ പറഞ്ഞു, തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത് ശരിയാണ്, ഭക്തിയുത സേവനം ചെയ്താൽ മാത്രമേ അതിന് മാറ്റം ഉണ്ടാവുള്ളൂ, ഇല്ലെങ്കിൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. ഉടനെ പറയും, അപ്പോ എന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒന്ന് പറയാമോ? ഉടനെ പറയും, നിങ്ങളിപ്പോ ലഞ്ച് ബ്രേക്കിനല്ലേ വന്നത്, നിങ്ങളുടെ ഭക്ഷണം നിങ്ങളുടെ ഹിസ്സയിലുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ വിധിമതത്തിൽ നിങ്ങൾക്ക് ഇന്ന് ഭക്ഷണം കഴിക്കാനുള്ള യോഗ്യതയുണ്ട്, നിങ്ങൾക്ക് ഇന്ന് ഭക്ഷണം നിങ്ങൾ കഴിച്ചിരിക്കും. ഓക്കെ, ശരി സ്വാമിജി, പോകാം എന്ന് പറഞ്ഞ് അയാൾ യാത്ര അയച്ചു. ഇയാളുടെ മനസ്സിൽ വിചാരിച്ചു, സ്വാമിജി പറഞ്ഞിരിക്കുന്നു ഇന്ന് എനിക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഭാഗ്യമുണ്ടെന്ന്. രാവിലെ ഞാനെല്ലാം തയ്യാറാക്കി പെണ്ണുപിള്ളയോട് പറഞ്ഞിരിക്കുകയാണ്, അവളെല്ലാം ശരിയാക്കിയിട്ടുണ്ടാകും. പക്ഷെ ഞാന് പോകുന്നില്ലെങ്കിലോ, ഞാൻ ഉച്ചയ്ക്ക് കഴിക്കാൻ പോകുന്നില്ല, എന്റെ ഭാഗ്യം എവിടെ പോകുന്നു, എനിക്കൊന്ന് കാണണം. കാരണം ഈ സന്യാസി പറഞ്ഞില്ലേ എനിക്കിന്ന് കഴിക്കാൻ ഭാഗ്യമുണ്ട്, ഞാൻ പോകുന്നില്ലപ്പ, ഞാൻ ഈ കാട്ടിനകത്ത് കയറി ഒളിച്ചിരിക്കാൻ പോകും. അങ്ങനെ അയാൾ ഒരു കാട്ടിനകത്ത് കയറി ഒളിച്ചിരുന്നപ്പോ അതുവഴി 3 കൊള്ളക്കാര് അഥവാ കള്ളന്മാര് കൊള്ളയടിച്ച മുതലുമായിട്ട് കുതിരപ്പുറത്ത് വന്നു. അതിനു മുമ്പ് 3 യാത്രക്കാർ, വഴിയാത്രക്കാര് വന്നിട്ട് അവര് ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുകയായിരുന്നു. ഭക്ഷണ പൊതികൾ 3 തുറന്നപ്പം കാട്ടിനുള്ളിൽ എന്തോ ഒരു വന്യജീവിയുടെ ശബ്ദം കേട്ടു. അവര് ഭയന്ന് ഓടിക്കളഞ്ഞു. അപ്പൊ 3 ഭക്ഷണ പൊതികളും ഓപ്പണായി, അതായത് കഴിക്കാൻ പാകത്തിൽ ഇങ്ങനെ തയ്യാറായിരിക്കുകയാണ്. അപ്പോഴാണ് 3 കൊള്ളക്കാര് തങ്ങള് മോഷ്ടിച്ച മുതലൊക്കെ ആയിട്ട് അവരും വന്നത്. അവര് നോക്കിയപ്പം ഉച്ച സമയമാണ്, നല്ല വിശപ്പ്, കള്ളന്മാർക്കും വിശപ്പൊക്കെ ഉണ്ട് കേട്ടോ.
അപ്പൊ അവര് വന്ന് നോക്കിയപ്പം കറക്റ്റായിട്ട് 3 ഭക്ഷണപ്പൊതികൾ തയ്യാറായിരിക്കുന്നു. അപ്പോ പറഞ്ഞു, ആദ്യത്തെ ആള് പറഞ്ഞു, എനിക്ക് നല്ല വിശപ്പ്, നമുക്ക് ഇറങ്ങാം, ഭക്ഷണം തയ്യാറായിരിക്കുന്നു. അപ്പൊ രണ്ടാമന് സമ്മതിച്ചു. മൂന്നാമൻ ചോദിച്ചു, നിക്ക്, നീ ഈ ഭക്ഷണപ്പൊതി ഇവിടെ കൊണ്ടുവച്ചോ? ഇല്ല. നീ എന്താ KFC-ന്നോ മാക്ഡൊണാൾഡ്സിന്നോ വല്ല ഓർഡർ ചെയ്തായിരുന്നോ? ഇല്ല. പിന്നെ എങ്ങനെ ഈ ഭക്ഷണം ഇവിടെ വന്നു? ഈ ഭക്ഷണത്തിന്റെ പുറകിൽ ആരോ ഇവിടെയുണ്ട്. ഈ സംഭവങ്ങളൊക്കെ നടക്കുന്ന നമ്മുടെ ഈ കൃഷിക്കാരൻ കാട്ടിനകത്ത് ഒളിച്ചിരിക്കുന്ന ആളിന്റെ മുന്നേ വെച്ചാണ് നടക്കുന്നത്. അയാൾ കാട്ടിനകത്ത് ഒളിച്ചിരിക്കുക എന്നുള്ള വ്യത്യാസവും. അപ്പൊ അയാൾ പറഞ്ഞു, ആര്? കള്ളന്മാരിൽ ഒരാൾ, അതായത് മിടുക്കനായി മൂന്നാമത്തെ കള്ളൻ പറഞ്ഞു, ഈ ഇരിക്കുന്നവന്മാരിൽ ആരോ, അല്ലെങ്കിൽ നമ്മൾ 3 പേരും വരുമെന്ന് പ്രതീക്ഷിച്ച് നമ്മുടെ മോഷണങ്ങളെല്ലാം നേരത്തെ കണ്ടറിഞ്ഞ ആരോ നമ്മളെ പറ്റിക്കാൻ വേണ്ടി ഈ ഭക്ഷണം ഇവിടെ തയ്യാറാക്കി വെച്ചിട്ട് അവൻ ഇവിടെ ഒളിച്ചിരിപ്പുണ്ട്. ഈ ഭക്ഷണത്തിൽ തീർച്ചയായിട്ടും വിഷം കാണും. അതുകൊണ്ട് അവനെ കണ്ടുപിടിക്കുക, അവനെ കൊണ്ട് ഇത് ചെക്ക് ചെയ്യുക. ഉടനെ തന്നെ മേപ്പോട്ട് 3 വെടി വെച്ചു. പറഞ്ഞു, എവിടിരുന്നാലും ആരിരുന്നാലും ഉടനെ ചാടി വന്നോണം, ഇല്ലേ ഈ കാട് മുഴുവൻ ഞങ്ങൾ തകർക്കും, നിന്നെ കൊല്ലും. ആരാന്ന് വെച്ചാൽ ഏതവനാന്ന് വെച്ചാൽ ഒളിച്ചിരിക്കുന്ന തിരിച്ചു വരാൻ പറയും. അങ്ങനെ ഇയാൾക്ക് നിവർത്തിയില്ലാതെ വിറച്ച് വെളിയിൽ വന്നു. പറഞ്ഞ്, ഞാനല്ല ഇത് നിവർച്ച. എല്ലാ കള്ളന്മാരും ഇങ്ങനെയാടാ പറയുന്നത്, ഞങ്ങൾ നിന്നേക്കാൾ വലിയ കള്ളന്മാരാണ്, അതുകൊണ്ട് ഈ കള്ളമൊന്നും വേണ്ട, മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കുക. ഉടനെ പറഞ്ഞു, ഞാൻ ഇന്ന് ഭക്ഷണം കഴിക്കില്ല. ആഹാ, അപ്പൊ വിഷം തന്നിട്ട് ഞങ്ങളെ കൊല്ലാനാണ്, നിനക്ക് കഴിക്കാൻ വയ്യ അല്ലേ? അല്ല, അതല്ല കാര്യം. പിന്നെ ഒരു കാര്യമില്ല, കഴിക്കടാ. അപ്പൊ കഴിക്കത്തില്ല എന്നായി. കാരണം എന്താണ്? സ്വാമിജിയോടുള്ള പ്രോമിസ് ഉണ്ട്. എന്താണ്? ഇന്നത്തെ നിന്റെ ഇസയിൽ, നിന്റെ വിധിമതത്തിൽ നിനക്കിന്ന് ഭക്ഷണം കഴിക്കാനുള്ള യോഗം ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ ഇയാൾക്ക് ആ വാശി ഇല്ല, ഞാൻ കഴിക്കൂല. മറ്റവൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് ധിമകാന്ന് ഇടിയോട് ഇടി. അപ്പൊ ഇടി അങ്ങോട്ട് മൂത്ത് കഴിഞ്ഞ് പറഞ്ഞു, ഞാൻ കഴിച്ചോളാം. അങ്ങനെ കഴിച്ചു. അങ്ങനെ ആദ്യത്തെ കഴിച്ചു, രണ്ടാമത്തെ ഭക്ഷണം കഴിച്ചു, മൂന്നാമത്തെ കഴിക്കടാ. 3ഉം കഴിച്ച് കാണിക്കും. അപ്പൊ വിശ്വാസമായി. ഈ കഥയിൽ നമ്മൾ പഠിക്കേണ്ട ഇതാണ്, നമുക്ക് കിട്ടാനുള്ളത് എവിടെയായാലും കിട്ടും. ചിലപ്പോൾ ഇടി വാങ്ങിച്ചാലും നമ്മൾ കിട്ടിക്കേണ്ടിരിക്കും. അപ്പോൾ അത് കഴിച്ചേ പറ്റൂ. ഇതാണ് രണ്ടാമത്തെ സെക്ഷൻ. മൂന്നാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത്, നമ്മുടെ വിധിമതം അത് സന്താത്മാക്കൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗുരുക്കന്മാരുടെ ശക്തി ഉണ്ടെങ്കിൽ, അവരുടെ കൃപയുണ്ടെങ്കിൽ അത് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അഥവാ ഭക്തിയുത സേവനം ചെയ്തു കഴിഞ്ഞാൽ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. നമ്മുടെ ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രം വളരെ ഭംഗിയായിട്ട് ജപിച്ചു ഇപ്രകാരമാണോ ഭക്തിയുത സേവനം ചെയ്ത് ഗുരുവിനെയും ഭഗവാനെയും നമ്മൾ സംതൃപ്തിപ്പെടുത്താൻ കഴിയുന്നത്, അപ്പോൾ നമ്മൾ വിധിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ മാറ്റിത്തരാം എന്നുള്ളതാണ് മൂന്നാമത്തെ കഥ. മൂന്നാമത്തെ കഥയിൽ ഇതാണ്, ഒരു സാധു ബ്രാഹ്മണൻ, അയാള് കാട്ടിനകത്തിലാണ്, മീൻസ് ഗ്രാമങ്ങളില് പട്ടണങ്ങളിലോ പോയി പണമുള്ള ആൾക്കാർക്ക്, മീൻസ് ധനികരായ ആൾക്കാരുടെ കുട്ടികൾക്ക് വേദപാഠങ്ങൾ കൊടുത്ത് അവരിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും കൊണ്ട് ജീവിച്ചു പോകുന്ന ഒരു സാധു ബ്രാഹ്മണൻ. അയാൾക്ക് അങ്ങനെയാണ്. അയാൾക്ക് ചിലപ്പോൾ ഒരു റൊട്ടി ആയിരിക്കും കിട്ടുന്നത്, ചിലപ്പോൾ കുറച്ച് ചോറായിരിക്കും കിട്ടുന്നത്, ചിലപ്പോൾ കുറച്ച് അരി ആയിരിക്കും കിട്ടുന്നത്. എന്ത് കിട്ടിക്കഴിഞ്ഞാലും അയാള് സസന്തോഷം അത് വാങ്ങിക്കൊണ്ടുവരും. ഇയാളുടെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ ഈ ബ്രാഹ്മണന് ഭാര്യയുണ്ട്, പിന്നെ ഒരു കുതിരയുണ്ട്. ഈ കുതിരയെ വളർത്തുക, ഈ ഭാര്യയ്ക്ക് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഇവർ 3 പേരും കൂടെ ഷെയർ ചെയ്താണ് കഴിക്കുന്നത്. വളരെ ദരിദ്രമാണ്. അങ്ങനെ ഇരിക്കുക, അന്ന് കിട്ടിയ ശമ്പളം എന്ന് പറയുന്നത് ഒരേ ഒരു റൊട്ടിയാണ്, മീൻസ് ചപ്പാത്തി. ഈ ഒരു ചപ്പാത്തിയുമായിട്ട് വീട്ടിൽ വന്ന് അയാൾ വിചാരിച്ചു, ഇത് നമുക്ക് 3 ഷെയർ ആക്കാം. അതിൽ1 ഷെയർ കുതിരയ്ക്ക് കൊടുക്കാം, 1 ഷെയർ ഞാൻ കഴിക്കാം, 1 ഷെയർ നീ കഴിക്കാം. അങ്ങനെ 3 ആക്കി കഴിക്കാൻ തുടങ്ങിയപ്പം ഒരു സാധു വന്നു. സാധു വന്നിട്ട് പറഞ്ഞു, ഭിക്ഷാന്തേഹി, എന്തെങ്കിലും ഭിക്ഷ തരണേ എന്ന് പ്രാർത്ഥിച്ചു. ഉടനെ വിചാരിച്ചു, എന്താ ചെയ്യുക? ശരി, ഇന്ന് എല്ലാരും പട്ടിണി, ഇന്ന് ഭിക്ഷാന്തേഹിക്ക് എന്തെങ്കിലും കൊടുക്കാം എന്ന് വിചാരിച്ച് ആ റൊട്ടി എടുത്ത്, ചപ്പാത്തി എടുത്ത് നേരെ ഭിക്ഷുവിന് കൊടുക്കുന്നു. ഭിക്ഷു അത് കഴിച്ചു കഴിഞ്ഞപ്പം ഭിക്ഷു, ഈ സന്താത്മാക്കൾക്കൊരു കഴിവുണ്ട്. അവരവിടെ വന്നു കഴിഞ്ഞാൽ അവർക്കറിയാം ആ വീട്ടിൽ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ഇവിടുത്തെ ഡെഫിഷ്യൻസി, എന്താണ് ഇവിടുത്തെ കുറവ്, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും. അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഭിക്ഷാന്തേഹി വിചാരിച്ച്, ഈ വീട്ടിൽ ഒരു വലിയ ദാരിദ്ര്യം ഉണ്ടല്ലോ, ഒരു വലിയ ശാപം ഉണ്ടല്ലോ, അതിനെ എങ്ങനെ എനിക്ക് സോൾവ് ചെയ്ത് കൊടുക്കണം. ഉടനെ സന്യാസി പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളുടെ ചപ്പാത്തി എനിക്ക് ഒരുപാട് സന്തോഷമായി, ഞാൻ പോവുകയാണ്, പക്ഷെ എനിക്ക് എന്തെങ്കിലും ദക്ഷിണ തരണം. അപ്പൊ ദക്ഷിണ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ കാഹപ്പാടെ ഉണ്ടായിരുന്ന ഒരു ചപ്പാത്തി ആയിരുന്നു, അത് തരിക, ഇനി എവിടെ നിന്ന് ഞങ്ങൾക്ക് ദക്ഷിണ? അങ്ങനെ ദക്ഷിണയൊന്നും ഞങ്ങളുടെ ഇല്ല. ഉടനെ പറഞ്ഞു, നിങ്ങളുടെ വീട്ടിൽ വിലമതിക്കാത്ത ഒരു വസ്തു ഉണ്ടല്ലോ, അതെന്താണെന്നോ?
അത് നിങ്ങളുടെ കുതിരയില്ലേ, അതിനെ എനിക്ക് ദാനം തരാൻ പറഞ്ഞു. ഇയാൾ വിചാരിച്ചു ഭിക്ഷു ചോദിച്ചല്ലേ ഒരു കുതിര, ശരി കൊടുത്തേക്കാം. പറഞ്ഞു ഈ കുതിരയെ കിട്ടിയിട്ട് എനിക്കെന്ത് കാര്യം, ഈ കുതിരയെ അടുത്തുള്ള ഏതെങ്കിലും വീട്ടിൽ കൊടുക്കുക, അവരെന്ത് തരുന്നോ അതെനിക്ക് ദക്ഷിണയായി തരിക. അങ്ങനെ അവരാ കുതിരയെ കൊണ്ടുപോയി അടുത്തൊരു വീട്ടിൽ കൊടുത്തു. അവിടുന്ന് കുറെ പണം കിട്ടി. ആ പണം കൊണ്ടുവന്ന് ഭിക്ഷുവിന് കൊടുത്ത് പറഞ്ഞു, എനിക്ക് വേണ്ട ഇത് നിങ്ങളുടെ വെച്ചേക്കുക. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് കഴിഞ്ഞ ജന്മത്തില് ഒരു ശാപം കിട്ടിയിട്ടുണ്ട്. എന്താണ്? നിങ്ങള് ഒരിക്കൽ കഴിഞ്ഞ ജന്മത്തില് ഒരു കുതിരയിൽ നിന്ന് ശാപം കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുതിര വെള്ളം കുടിക്കാൻ വന്നപ്പോ, കുതിരയും കുട്ടികളുമായിട്ട് വെള്ളം കുടിക്കാൻ വന്നപ്പോ നിങ്ങൾ ആ കുതിരയെ ആട്ടി മാറ്റിയിട്ട് നിങ്ങൾ വെള്ളം കുടിച്ചു. അങ്ങനെ ആ കുതിര ശപിച്ചിട്ടുണ്ട് നിങ്ങളെ. അതുകൊണ്ട് ആ ശാപം കൊണ്ട് നിങ്ങൾ 100 ജന്മം 100 കുതിരകളെ പോറ്റി അങ്ങനെ ജീവിതം കഴിച്ചെങ്കിൽ മാത്രമേ നിങ്ങളുടെ ഈ ശാപം മാറുകയുള്ളൂ. അതിൽ ഒന്നാമത്തെ കുതിരയായിട്ടുള്ളൂ. ഒന്നാമത്തെ കുതിരയെ മാത്രമേ ഞാൻ വിറ്റ് കാശാക്കിയിട്ടുള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യണം? 100 ജന്മം 100 കുതിരകളെയാണ് വേണ്ടത്. പക്ഷെ നിങ്ങൾ 100 ജന്മം എടുക്കേണ്ടി വരില്ല. എന്റെ ആശീർവാദത്താൽ നിങ്ങൾ 100 കുതിരകളെ പോറ്റേണ്ടി വരും. അതുകൊണ്ടൊരു കാര്യം ചെയ്യുക, നിങ്ങൾ ഈ കുതിരയെ വിറ്റു, കിട്ടി, കാശ് കിട്ടി. നിങ്ങൾ തൽക്കാലം ഈ കാശ് കൊണ്ട് ഒരു ഷെഡ് ഉണ്ടാക്കുക, സ്കൂൾ നല്ലതായിട്ട് ഉണ്ടാക്കുക. നിങ്ങൾ ഇനി വെളിയിൽ പോയി പഠിപ്പിക്കേണ്ട, എല്ലാ കുട്ടികളെയും ഇവിടെ വരുത്തുക, ഇവിടുന്ന് നല്ലതായിട്ട് കാര്യങ്ങളൊക്കെ നടത്തുക. അങ്ങനെ പൈസ ഉണ്ടാക്കുക. വീണ്ടും കുതിരകളെ വാങ്ങിക്കുക, വീണ്ടും വിൽക്കുക, വീണ്ടും കുതിരകളെ വാങ്ങിക്കുക, വീണ്ടും വിൽക്കുക. അങ്ങനെ 100 കുതിരകളെ വാങ്ങിച്ച് വിറ്റ് കഴിയുമ്പോൾ നിങ്ങൾ ശാപമുക്തരാകും. നിങ്ങളുടെ ശാപം തീർന്നു കിട്ടും. അതോടുകൂടി നിങ്ങൾ നല്ല ഭക്തരാണ് ഇപ്പോഴേ. പക്ഷേ ഭഗവാന്റെ എല്ലാ കൃപയും നിങ്ങൾക്കുണ്ടാകും. നിങ്ങളുടെ ശാപത്തിൽ നിന്ന് മുക്തമാകുകയും ചെയ്യും. ഇങ്ങനെ 3 തരത്തിലാണ് ഗുരുക്കന്മാരുടെ ആശീർവാദം നമ്മൾ പറയും. ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിശ്വസിക്കോ വിശ്വസിക്കാതിരിക്കോ, എനിക്കുള്ളത് ഞാൻ തന്നെ തരും. അതാണ് ആദ്യത്തെ ഗ്രൂപ്പ്. രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ, ഇല്ല അങ്ങനെ ഒരു സംഭവമില്ല, ഞാൻ എതിർക്കും. അങ്ങനെ ആയാല് അവൻ ഇടിയുടെ വാങ്ങിച്ചിട്ട് അനുഭവിക്കേണ്ടി വരും. മൂന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിധിമതത്തെ നമുക്ക് മാറ്റാം. ഭക്തിയുടെ സേവനത്തിലൂടെയും സാധു സേവനത്തിലൂടെയും ഗുരുക്കന്മാരെ സേവിക്കുന്നതുകൊണ്ടും ഭഗവാനെ സേവിക്കുന്നതുകൊണ്ടും ഭക്തിയുടെ സേവനത്തിലൂടെയും നമുക്ക് നമ്മളിൽ ആർജിതമായിട്ടുള്ള ഏത് ശാപത്തെ മാറ്റി നമ്മുടെ എല്ലാവിധ കഷ്ടപ്പാടുകളും മാറ്റി നമുക്ക് നല്ല ജീവിതം മുന്നോട്ട് പോകുന്നതാണ് മൂന്നാമത്തെ. ഇപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞത്, ആരാണ് ഭൗതികങ്ങളായ വിഷമ പ്രശ്നങ്ങളിൽ നിന്ന് ജീവിതത്തിന്റെ സമസ്യകളെ പറ്റി അറിയാത്ത? അടുത്ത ചോദ്യം എന്താണ്? മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഹരേ കൃഷ്ണ. പ്രഭു ക്ലിയർ ആവുന്നുണ്ട്. ഹരി കൃഷ്ണ. ഓക്കെ, രണ്ടാമത്തെ സെഷനിലേക്ക് വരികയാണ്. ഇവിടെ ഒരു വാക്കുണ്ട്, കാർപ്പണ്യദോഷ ഉപഹത സ്വഭാവം. കൃപണൻ എന്നൊരു വേർഡ് ഉപയോഗിക്കുന്നുണ്ട്. എന്താണ് കൃപണൻ? കൃപണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിശുക്കനാണെന്ന് നമ്മുടെ എക്സ്പ്ലനേഷൻ പറയുന്നുണ്ട്. അപ്പോ എന്താണ് കൃപണൻ? അതായത് പിശുക്കൻ. നമ്മളിലുള്ള വസ്തുക്കൾ നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്ന ആളിനെയാണ് കൃപണൻ എന്ന് പറയുന്നത്. ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ ഒരു കുടയുണ്ട്, അത് മഴക്കാലത്തും നൂർക്കത്തില്ല, അത് വേനൽക്കാലത്തും നൂർക്കത്തില്ല, അത് അങ്ങനെ ഇരുന്ന് പൊടിഞ്ഞു പോവുകയാണെങ്കിൽ അവനെയാണ് കൃപണൻ അഥവാ പിശുക്കൻ എന്ന് പറയുന്നത്. അതായത് നമ്മളിൽ ഉപയോഗമായ വസ്തു നമ്മളുടെ ആ ഉപയോഗത്തിന് ഉപയോഗിക്കാതെ, അതിന്റെ കൺസേൺഡ് പർപ്പസിന് ഉപയോഗിക്കാതെ നമ്മൾ അത് ഉപയോഗശൂന്യമാക്കി കളയുന്ന വ്യക്തിയെയാണ് കൃപണൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ ഒരു കാറുണ്ട്, അത് വെറുതെ കാർ ഷെഡിൽ ഇട്ടിരിക്കുക, പൊടി അഴുക്കും പിടിക്കുക, അത് വെളിയിലെടുക്കത്തില്ല, എങ്ങും പോകാൻ സമ്മതിക്കത്തില്ല, ഓട്ടോറിക്ഷ പിടിച്ചേ പോവുള്ളൂ, ഡ്രൈവറെ വെക്കില്ല, അത് കൃപണനാണ്. അപ്പൊ കൃപണൻ മനസ്സിലാക്കി കാണും. അതായത് നമ്മളിലൊരു വസ്തു ഉണ്ട്, അത് നമ്മൾ ഉപയോഗിക്കാതെ, അതിന്റെ കൺസേൺഡ് ഉപയോഗം എന്തെന്ന്, അതിന്റെ ഉപയോഗം എന്തെന്ന് മനസ്സിലാക്കി ഉപയോഗിക്കാത്തവനെയാണ് കൃപണൻ എന്ന് പറയുന്നത്, പിശുക്കൻ. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ബ്രാഹ്മണൻ. എന്താണോ ഒരു വസ്തുവിന്റെ ഉപയോഗം, ആ വസ്തുവിനെ അതിൻ്റെതായ പ്രയോജനത്തിൽ അല്ലെങ്കിൽ ഉപയോഗത്തിന് ഉപയോഗിക്കുന്ന വ്യക്തിയാണ് ബ്രാഹ്മണൻ. ഇനി ബ്രാഹ്മണനാണോ കൃപണനാണോ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കും. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട വസ്തു എന്ത്? അത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ? അതിന്റെ യഥാർത്ഥ ഉപയോഗം നടത്തുന്നുണ്ടോ ഇല്ലയോ? അതാണ് ചോദ്യം. അപ്പൊ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിലവേറിയ വസ്തു ഏത്? അതാണ് ചോദ്യം. ഉത്തരം ആർക്ക് വേണമെങ്കിലും പറയാം. ഹരേ കൃഷ്ണ. നമ്മുടെ ശരീര ആരോഗ്യം. ശരീരാരോഗ്യം, ആത്മാവ്, നമ്മുടെ സമയം പ്രഭു, ബുദ്ധി, ആരെങ്കിലും ഒക്കെ പറ.
നമ്മുടെ മനസ്സും ബുദ്ധിയും അല്ലേ പ്രഭു? ബുദ്ധി പ്രഭു. കേൾക്കാൻ വയ്യ മാതാജി. മാതാജിയുടെ ലൈനില് സ്ലോ ആണ് ഇന്റർനെറ്റ്, അതുകൊണ്ട് വ്യക്തമല്ല. ഓക്കെ, മനസ്സ്, ബുദ്ധി, പിന്നെ കേട്ടുകൂടെ മാതാജി? രക്ഷയില്ല. ഓക്കെ, സമയം കളയുന്നില്ല. ഇനിയിപ്പോ ഒരു 20 മിനിറ്റേ ഉള്ളൂ നമുക്ക്, അതുകൊണ്ട് ഞാൻ തന്നെ പറഞ്ഞേക്കാം. ആദ്യം പറഞ്ഞ ആള് പറഞ്ഞ ഉത്തരം പകുതി ശരിയാണ്, പക്ഷെ പകുതി തെറ്റാണ്. ഒന്ന് പറഞ്ഞത് ശരീരവും ആരോഗ്യവും എന്നാണ് പറഞ്ഞത്. ഈ ശരീരവും ആരോഗ്യവും എന്ന് പറയുന്നത് നമ്മള് അതിനെ ഒറ്റ വേർഡായിട്ട് പറഞ്ഞാൽ ശരീരം മാത്രം മതി, അതായത് ആരോഗ്യമുള്ള ശരീരം. അപ്പൊ അങ്ങനെ പറഞ്ഞാൽ ആൻസർ കറക്റ്റ് ആണ്. ഓക്കെ, ഹരേ കൃഷ്ണ, താങ്ക് യു പ്രഭു. ബാക്കിയുള്ള പറഞ്ഞതൊക്കെ ശരിയാണ്. നമ്മുടെ സമയം ശരിയാണ്, ആത്മാവ് ശരിയാണ്, ഒക്കെ ശരിയാണ്, ബുദ്ധി ശരിയാണ്, മനസ്സ് ശരിയാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ നമ്മുടെ ആരോഗ്യപരമായ ശരീരമില്ലെങ്കിൽ നമ്മൾ ഈ കാര്യം കൊണ്ട്, നമുക്ക് മനസ്സുണ്ട്, ബുദ്ധിയുണ്ട്, നമുക്ക് എല്ലാ കാര്യങ്ങളുണ്ട്, പണമുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും പക്ഷെ നമ്മുടെ ആരോഗ്യമായ ശരീരമില്ലെങ്കിൽ ഒരു കാര്യമില്ല. അപ്പോ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട സാധനമാണ് ആരോഗ്യമുള്ള ശരീരം എന്ന് മനസ്സിലാക്കി. ദാറ്റ് ഇസ് ക്ലിയർ. ഇതിനെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്? ഇതിന്റെ ശരിയായ പർപ്പസ് എന്ത്? അതാണ് രണ്ടാമത്തെ ചോദ്യം. ആരോഗ്യമുള്ളപ്പോഴേ ഭഗവാനെ സേവിക്കണം. കറക്റ്റ് ആൻസർ ആണ്. അതായത് നമ്മുടെ ഈ ശരീരം കൊണ്ടുള്ള, മനുഷ്യ ജന്മം കൊണ്ടുള്ള ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു മനുഷ്യ ശരീരം കൊണ്ട് മാത്രമേ നമുക്ക് ഭഗവാന്റെ ധാമങ്ങളിലേക്ക് പോകാനുള്ള ഭക്തിയുത സേവനങ്ങൾ ചെയ്യാൻ സാധിക്കുള്ളൂ. ഭഗവാന്റെ കഥകൾ കേൾക്കാൻ പറ്റുള്ളൂ. മൃഗങ്ങൾക്കും കഥകൾ കേൾക്കാം, പക്ഷെ അവർക്ക് അതനുസരിച്ച് പ്രവർത്തിക്കാനും തിരിച്ച് ധാമത്തിലേക്ക് തിരിച്ചു പോകാൻ അവർക്ക് കഴിയില്ല. നമ്മൾ ഈ മനുഷ്യ ശരീരം കിട്ടിയത് കൊണ്ട് മാത്രമാണ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. നമുക്ക് ഭഗവത് പാഠങ്ങൾ പഠിക്കാൻ കഴിയുന്നത്, ഭഗവത്ഗീത വായിക്കാൻ കഴിയുന്നത്, ഭാഗവതം വായിക്കാൻ കഴിയുന്നത്, അത് പഠിക്കാനും പഠിപ്പിക്കാനും കഴിയുന്നത്, അതനുസരിച്ച് ജീവിക്കാൻ കഴിയുന്നത്. ഇതൊക്കെ ഇവിടെ ഉണ്ടെങ്കിലും എത്ര പക്ഷി മൃഗാദികൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരു ഗുരുവായൂർ കേശവനെ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി ആരും ഭക്തിയുത സേവനങ്ങൾ ചെയ്തതായിട്ട് നമുക്കൊരു മൃഗത്തെ അറിയില്ല. ആ ഒരു ഗുരുവായൂർ കേശവൻ അപൂർവമാണ്, അത് അപൂർവമാണ്. എങ്കിലും നമ്മൾ വേണമെങ്കിൽ അതിനെ പറയാം, മൃഗങ്ങളും ആ ഭക്തിയുത സേവനങ്ങൾ ചെയ്യുന്നു, അപ്പൊ അപൂർവമാണ്. പക്ഷെ രാവിലെ എഴുന്നേറ്റ് ഭഗവത്ഗീത വായിച്ചായിട്ട് നമ്മൾ ഗുരുവായൂർ കേശവനെ കണ്ടില്ല. ഇല്ലെങ്കിൽ കഥകൾ പറഞ്ഞതായിട്ട് ഗുരുവായൂർ കേശവനെ കുറിച്ച് നമ്മൾ കേട്ടില്ല. ശരിയാണ്, ഗുരുവായൂർ കേശവൻ ഭക്തിയുത സേവനങ്ങൾ അനുഷ്ഠിച്ചിട്ടുണ്ട്, പക്ഷെ അത് മറ്റുള്ളവരെ പഠിപ്പിച്ചിട്ടുണ്ടോ, വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോ ഇതിന് പറ്റിയ ശരീരം, ഇതിന് പറ്റിയ യോനി എന്ന് പറയുന്ന മനുഷ്യ യോനി. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് 84 ലക്ഷം ജന്മങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട യോനി എന്ന് പറയുന്നത് ശരീരമാണ്, ഈ മനുഷ്യ ശരീരമാണ്. കാരണം ഇതുകൊണ്ട് മാത്രമേ നമ്മൾ ഭഗവാന്റെ ധാമത്തിലേക്ക് തിരിച്ചു പോകാൻ കഴിയുള്ളൂ. അങ്ങനെ അതാണ് പർപ്പസ്. നമ്മൾ ഇങ്ങോട്ട് വന്നിരിക്കുന്ന മനുഷ്യ ശരീരം കിട്ടിയേക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഭക്തിയുത സേവനങ്ങൾ ചെയ്യുക, ഞാൻ ഭഗവാന്റെ അംശമാണെന്ന് മനസ്സിലാക്കുക, അതനുസരിച്ച് ഞാൻ പ്രവർത്തിക്കുക, അതനുസരിച്ച് ഞാൻ ജീവിക്കുക, എന്നിട്ട് ഭക്തിയുത സേവനങ്ങൾ ചെയ്ത് ഞാൻ ഭഗവാന്റെ ധാമത്തിലേക്ക് തിരിച്ചു പോകുക. ഇതാണ് ഞാൻ വന്നതിന്റെ ഉദ്ദേശം, പർപ്പസ്. ഇത് മനസ്സിലാക്കി, ഇതിങ്ങനെ മനസ്സിലാക്കി ഇതനുസരിച്ച് ജീവിക്കുന്നവനാണ് ബ്രാഹ്മണൻ. ഇത് ഈ ശരീരത്തിന്റെ ഉപയോഗം ഇന്നതാണെന്ന് മനസ്സിലാക്കി ഉപയോഗിക്കുന്നവനാണ് ബ്രാഹ്മണൻ, അല്ലാത്തവൻ കൃപണൻ. അപ്പൊ നമ്മൾ കൃപണനാണോ ബ്രാഹ്മണൻ? നമ്മുടെ ശരീരത്തിന്റെ ഉപയോഗം ഇന്നതാണെന്ന് മനസ്സിലാക്കി ജീവിക്കുന്നവരാണെങ്കിൽ നമ്മൾ ബ്രാഹ്മണൻ. കൊടയുടെ ഉപയോഗം മഴയത്ത് നൂർക്കാനും വെയിലത്ത് നൂർത്ത് വെയിൽ കൊള്ളാതിരിക്കാനുമെന്ന് മനസ്സിലാക്കുന്ന പോലെ തന്നെ ഈ ശരീരത്തിന്റെ ഉപയോഗം ഭഗവാന്റെ ഭക്തിയുത സേവനങ്ങളിൽ ഏർപ്പെടാനും ഭഗവാന്റെ കഥകൾ, നാമരൂപ ഗുണലീലകൾ ചർച്ച ചെയ്യാനും അതനുസരിച്ച് ഭഗവാനെ പ്രീതിപ്പെടുത്താനും സന്തോഷിപ്പിക്കാനും നമ്മുടെ ഈ ശരീരം ഉപയോഗപ്രദമാക്കി നമ്മുടെ ആത്മാവിനെ ഭഗവത് ധാമത്തിലേക്ക് തിരിച്ചെത്തുക. ശരീരം വിടുക. സൂക്ഷ്മ ശരീരം, സ്ഥൂല ശരീരത്തെ കുറിച്ച് പറയാനുണ്ട്, പക്ഷെ സമയം തീർന്നുകൊണ്ട് നമ്മൾ ഇവിടെ വെച്ച് കട്ട് ഷോട്ട് ചെയ്യുന്നു. അപ്പോ അങ്ങനെയുള്ള കൃപണൻ എന്ത്, ബ്രാഹ്മണൻ എന്തെന്നാണ് അടുത്ത സെക്ഷനിൽ പറയുന്നത്. ആത്മസാക്ഷാത്കാരത്തിന്റെ ശാസ്ത്രം എന്തെന്നറിയാതെ, മനുഷ്യൻ എന്ന നിലയിൽ ജീവിത പ്രശ്നങ്ങളെ പരിഹരിക്കാതെ പട്ടികളെയും പൂച്ചകളെയും പോലെ ഈ ലോകം ത്യജിക്കുന്നവൻ കൃപണനാണ്. അതായത് ഒരു ജന്തു ജീവിതമാണ് നീ നയിക്കുന്നെങ്കിൽ നീ ആരാണ്? കൃപണനാണ്. കൃപണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു വസ്തുണ്ട്, ആ വസ്തുവിന്റെ യഥാർത്ഥ ഉപയോഗം എന്താണെന്ന് മനസ്സിലാക്കാതെ ജീവിക്കുന്നവൻ, അഥവാ അതിനെ അതാതിന്റെ രീതിയിൽ വെറുതെ വിടുന്നവനെയാണ് കൃപണൻ
ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഈ മനുഷ്യജന്മത്തെ ഉപയോഗപ്പെടുത്തുന്ന ഒരു ജീവാത്മാവിന് ഒരു അമൂല്യ സ്വത്താണ്. അതുകൊണ്ട് ഈ അവസരം വേണ്ട വിധം ഉപയോഗിക്കാത്തവൻ കൃപണനും. എന്നാൽ ബ്രാഹ്മണനാകട്ടെ ഈ ശരീരത്തെ ബുദ്ധിപൂർവ്വം ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഉപയോഗിക്കുന്നതിനും. അപ്പൊ ബ്രാഹ്മണൻ എന്ത്, കൃപണൻ എന്ത് എന്ന് മനസ്സിലായി കാണുമല്ലോ. ഹരേ കൃഷ്ണ. അടുത്ത പോയിന്റ്, ഭൗതികമായ ജീവിത വീക്ഷണത്തോടെ സ്വന്തം കുടുംബം, സമൂഹം, രാജ്യം എന്നിവയിൽ ആവശ്യത്തിലധികം സ്നേഹം പുലർത്തിക്കൊണ്ട് സമയം പാഴാക്കുന്നവൻ കൃപണൻ. വീണ്ടും കൃപണൻ എന്താണെന്ന് എക്സ്പ്ലനേഷൻ തരികയാണ്. അതായത് എന്റെ ഭാര്യ, എന്റെ മക്കള്, എന്റെ മറ്റംഗങ്ങൾ എന്നിവരെ, കുടുംബാംഗങ്ങൾ എന്നിവരെ പറയുന്നത് എന്താണ്? ഇതൊരു തരം ത്വക്ക് രോഗത്തെ അടിസ്ഥാനപ്പെടുത്തിയാണെന്ന് പറയാം. ഇത് ത്വക്ക് രോഗത്തോടാണ്. എന്താണ് ഈ ത്വക്ക് രോഗത്തിന്റെ പ്രത്യേകത? ത്വക്ക് രോഗത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൊറിച്ചിലുണ്ടാകും. അപ്പൊ നമ്മുടെ ശരീരത്തിൽ എവിടെങ്കിലും ചെറിയായിട്ട് ചൊറിയുക, ആ ചൊറിയുന്ന ഭാഗം ചൊറിഞ്ഞു കൊടുത്താൽ നല്ല സുഖമായിരിക്കും. പക്ഷെ വീണ്ടും വീണ്ടും ചൊറിയുക, നല്ല സുഖമായിരിക്കും. പക്ഷെ ചൊറിഞ്ഞ് നഖം കൊണ്ട് ആ സ്ഥലം എന്താണ് പൊട്ടി അവിടെ കൂടെ ചോര വരും. എന്നാലും നമുക്ക് ഭയങ്കര സുഖമായിരിക്കും. അതായത് നമ്മുടെ ഈ ഭൗതിക സുഖങ്ങൾ എന്ന് പറയുന്നത് ഒരു തരം ത്വക്ക് രോഗമാണ്. അതായത് ഈ ഭവസാഗരത്തിൽ നമ്മൾ ഒഴുകി കഴിഞ്ഞാൽ നമ്മൾ യഥാർത്ഥ എക്സാമ്പിൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ദേവേന്ദ്രന് പോലും ശാപം കിട്ടിയതിന് ശേഷം ഭൂമിയിൽ നിന്ന് തിരിച്ചു പോകാൻ ആഗ്രഹമില്ലായിരുന്നു. കാരണം എന്താണ്? കിട്ടിയ ശാപം എന്താണ്? പന്നിയായിട്ടാണ്. പന്നിയായിട്ടുള്ള ആ സമൂഹത്തിൽ ജീവിച്ചിട്ട് പറയും, എനിക്ക് ഇവിടെ നല്ല സുഖമാണ്, ഇവിടെ നല്ല സുഗന്ധമാണ്. നമുക്കറിയാം പന്നി എവിടാ ജീവിക്കുന്നത്? മലത്തിനകത്താണ് പന്നി ജീവിക്കുന്നത്. ആ മലത്തിൽ ആസ്വദിച്ചിട്ട് പറയുകയാണ്, ഓ ഇവിടെ നല്ല സുഖവാസ കേന്ദ്രമാണ്, നല്ല സുഗന്ധമാണ്. കാരണം എന്താണ്? എനിക്ക് ഭാര്യയുണ്ട്, മക്കളുണ്ട്, ഇവരും ഒക്കെ ആയിട്ട് ഞാൻ ഇവിടെ സുഭിക്ഷമാണ്, ഞാൻ തിരിച്ചു വരികയില്ല. അവസാനം ബ്രഹ്മദേവനും ബാക്കി ദേവതമാരും അപ്സരസുകളും എല്ലാം വന്ന് വിളിച്ചിട്ട് പറയാണ്, ദേവേന്ദ്ര, നീ ദേവേന്ദ്രനാണ്, തിരിച്ചു വരിക എന്ന് പറഞ്ഞപ്പോഴാണ് തിരിച്ചു പോയത്. അങ്ങനെ ദേവേന്ദ്രന് പോലും തന്റെ ഭൗതിക സുഖങ്ങളിൽ നിന്ന് മുക്തമാകാൻ കഴിയുന്നില്ലെങ്കിൽ സാധാരണക്കാരായ മനുഷ്യരായ നമ്മള് ഭൗതികതയിൽ അലഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യമില്ല. അതാണ് ത്വക്ക് രോഗത്തോട് ഈ ഭൗതിക സുഖത്തെക്കുറിച്ച് വ്യാപരിച്ചിരിക്കുന്നു. കുടുംബാംഗങ്ങളുടെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ തനിക്ക് കഴിയുമെന്ന്, അല്ലെങ്കിൽ കുടുംബ അംഗങ്ങളെ സമൂഹത്തിനെ തന്നെ മൃത്യുവിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുമെന്ന് കൃപണൻ വിചാരിക്കും. കൃപണന്റെ വിചാരം എന്താ? ഐ ആം ദ ഹീറോ, ഐ ആം ദ ബോസ്, ഞാനാണ് ഇതൊക്കെ ചെയ്യുന്നത്, എന്റെ കൃപ കൊണ്ടാണ് ഇവരൊക്കെ ജീവിക്കുന്നത്, ഞാൻ അധ്വാനിക്കുന്നതുകൊണ്ടാണ് ഇവരൊക്കെ കഴിയുന്നത്, ഇവരെ എനിക്ക് മരണത്തിൽ നിന്ന് വരെയും രക്ഷിക്കാൻ കഴിയുന്നതാണ്. വാസ്തവത്തിൽ ആർക്കും ആരെയും ഒന്നും ചെയ്യാൻ കഴിയില്ല. പ്രകൃതി അതിൻ്റെതായ അറേഞ്ച്മെന്റിൽ എല്ലാ കാര്യങ്ങളും ജീവിച്ചിരിക്കുന്ന ഓരോ ജീവവസ്തുവിനും ഭഗവാൻ അറേഞ്ച് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അവന് കിട്ടേണ്ട വസ്തുക്കൾ അവനവന് കിട്ടിയിരിക്കും. നമ്മൾ പഠിച്ച രണ്ടാമത്തെ കഥയിലെ എക്സാമ്പിൾ, നിനക്കിന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുമെന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ നിനക്ക് അത് എവിടുന്നെങ്കിലും കിട്ടിയിരിക്കും. അത് ഇടി വാങ്ങിച്ചാലും നിനക്ക് കിട്ടിയിരിക്കും. അത്തരം കുടുംബസ്നേഹം സ്വന്തം കുട്ടികളെ പോറ്റുന്ന താണതരം മൃഗങ്ങളെ പോലും കാണും. ഇത് പറയുന്നത് ഒരു മൃഗസംസ്കാരമാണ്. എല്ലാ അച്ഛനമ്മമാരും കുട്ടികളെ പോറ്റും, അത് മൃഗങ്ങളും അങ്ങനെ ചെയ്യും. പൂച്ചകളെ കണ്ടിട്ടില്ല, പൂച്ചക്കുട്ടി എടുത്തുകൊണ്ട് പോകും. അതുപോലെ പട്ടിക്കുഞ്ഞുങ്ങൾ അതും എടുത്തുകൊണ്ട് പോകും. കിളികളെ കണ്ടില്ല, അതും അതിൻ്റെതായ ഭക്ഷണം കൊച്ചുകുട്ടികൾക്ക് അല്ലെങ്കിൽ കിളിക്കുഞ്ഞുങ്ങൾക്ക് കൊണ്ട് കൊടുക്കും. ഇതൊരു വലിയ കാര്യമല്ലെന്നാണ് പ്രഭുപാദ് പറഞ്ഞു വരുന്നത്. കുടുംബാംഗങ്ങളുടെ സ്നേഹവും അവരെ മരണത്തിൽ നിന്ന് രക്ഷിക്കണമെന്ന ആഗ്രഹവുമാണ് തന്റെ സംഭ്രാന്തിക്ക് കാരണമെന്ന് ബുദ്ധിമാനായ അർജുനൻ അറിയാം. തന്റെ കർത്തവ്യമായ യുദ്ധം കാത്തു നിൽക്കുകയാണെന്ന് അറിഞ്ഞിട്ടും ഈ സങ്കുചിതമായ ദൗർബല്യം മൂലം ആ കടമ നിറവേറ്റാൻ കഴിയുന്നില്ല. ഈ ഘട്ടത്തിൽ സർവോത്തമനായ ആത്മീയ ഗുരുവായ ശ്രീകൃഷ്ണനോട് അസന്നിഗ്ധമായി പ്രശ്നങ്ങളുടെ പരിഹാരം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് അദ്ദേഹം. സൗഹൃദ സംഭാഷണങ്ങൾ നടത്തി അർജുനൻ ശിഷ്യ നിലയിൽ കൃഷ്ണന് സ്വയം സമർപ്പിക്കും. അതായത് ഇവിടത്തെ കോണ്ടക്സ്റ്റിലേക്ക് വരികയാണ്. ഇപ്പൊ മൃഗതുല്യമായ ജീവിതം നയിച്ചു കഴിഞ്ഞാൽ അത് വലിയ കാര്യമൊന്നുമില്ല. മൃഗങ്ങളും അങ്ങനെയൊക്കെ തന്നെ ചെയ്യും. ഇവിടെ തന്റെ ധർമ്മം, നമ്മൾ കൃപണനും ബ്രാഹ്മണനുമാണ് പഠിച്ചു വരുന്നത്. തന്റെ സ്വധർമ്മം എന്താണെന്ന് മനസ്സിലാക്കി അത് പ്രയോഗിക്കുക, അല്ലെങ്കിൽ അത് ഉപയോഗിക്കുക. കൊടയുടെ ഉപയോഗം നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഈ ശരീരത്തിന്റെ ഉപയോഗം എന്താണെന്ന് പറഞ്ഞു. അപ്പൊ ഒരു ക്ഷത്രിയന്റെ ധർമ്മം എന്താണെന്നാണ് ഇവിടെ ഭഗവാൻ അഥവാ പ്രഭുപാദ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഇവിടെ ക്ഷത്രിയന്റെ ധർമ്മമായ അർജുനൻ യുദ്ധം ചെയ്യുകയാണ് ആവശ്യം. ഇത് നീ നിന്റെ കർത്തവ്യങ്ങൾ ചെയ്യുക, നീ കൃപണനാവരുത്, നീ യുദ്ധത്തിൽ നിന്ന് പിന്മാറരുത്, നീ യുദ്ധം ചെയ്യുക. നിന്റെ തത്വം ബ്രാഹ്മണ തത്വമാണ്, മീൻസ് ഇവിടുത്തെ ക്ഷത്രിയ തത്വം. ഇവിടെ ക്ഷത്രിയന്റെ ധർമ്മം എന്താ? നീ യുദ്ധം ചെയ്യുക. അതുകൊണ്ട് നീ കൃപണനാണോ ബ്രാഹ്മണനാണോ തീരുമാനിക്കുക. അവിടുത്തെ അർത്ഥം ക്ഷത്രിയ വൈശ്യ ശൂദ്ര ആ ഒരു ബ്രാഹ്മണനല്ല പറയുന്നത്. നമ്മൾ കൃപണനും ബ്രാഹ്മണൻ എന്നുള്ള ആ രണ്ടാമത്തെ ബ്രാഹ്മണനാണ് ഇവിടെ എടുക്കേണ്ടത്. അപ്പൊ ആ ബ്രാഹ്മണന്റെ എന്താണ്? സ്വധർമ്മം നീ അനുഷ്ഠിക്കുക, അതായത് യുദ്ധം ചെയ്യുക. അതിനെന്താണ്? അതുകൊണ്ട് ആത്മീയ ഗുരുവെന്ന നിലയിൽ ഭഗവാനെ ശരണം പ്രാപിക്കുകയും അങ്ങനെ ഭഗവാൻ
അർജുനന് വേണ്ട ഉപദേശങ്ങൾ കൊടുക്കുകയാണ് ഭഗവത്ഗീതയിൽ നമുക്ക് കാണാൻ പോകുന്നത്. ഗുരുവും ശിഷ്യനുമായുള്ള സംഭാഷണം ഗൗരവമുറ്റതാണ്. ഇനി പ്രാമാണികമായ ആത്മീയ ഗുരുവായി അത്തരം സംഭാഷണങ്ങളിൽ ഏർപ്പെടാൻ അർജുനൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഭഗവത്ഗീതാ ശാസ്ത്രത്തിന്റെ ആത്മീയ ഗുരു, ആദിമ ഗുരു ശ്രീകൃഷ്ണനും ഗീതാ പഠനം നടത്തുന്ന ആദ്യത്തെ ശിഷ്യൻ അർജുനനുമായി. ഇവിടെയാണ് ലോകത്തിലെ ആദ്യത്തെ ഗുരുവും ശിഷ്യനും എന്താണെന്ന് പറയുകയാണ്. അതായത് നമുക്കറിയാം, അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട് ഈ ഭഗവത്ഗീത ആദ്യമായിട്ട് ഉപദേശിച്ച് അർജുനനല്ല, സൂര്യദേവനാണ്, നമ്മൾ പിന്നീട് പഠിക്കും. പക്ഷെ ഇവിടെ പറയുകയാണ് ആദിമ ഗുരു എന്താണ് ഭഗവാനും ആദിമ ശിഷ്യൻ അർജുനനുമായി പറയുന്നു. എന്തിനാണ് ഈ പോയിന്റ് പറഞ്ഞെന്ന് പറഞ്ഞാൽ അടുത്ത സെന്റൻസ് അത് പറയുന്നുണ്ട്. അർജുനൻ എങ്ങനെ ഗീതാസാരം ഉൾക്കൊണ്ടു എന്നത് ഭഗവത്ഗീതയിൽ തന്നെ വിവരിച്ചിട്ടുണ്ട്. കൃഷ്ണനിലെ അജയനെയാണ് കൃഷ്ണൻ എന്ന വ്യക്തിയല്ല ശരണം പ്രാപിക്കേണ്ടെന്ന് മൂഢന്മാരായ ഭൗതിക പണ്ഡന്മാർ വ്യാഖ്യാനിച്ചിരിക്കും. കൃഷ്ണനിൽ അന്തർഗതൻ, ബഹിർഗതൻ എന്നിങ്ങനെയുള്ള വ്യത്യാസമില്ല. ഈ സത്യം ഗ്രഹിക്കാതെ ഭഗവത്ഗീത പഠിക്കാൻ ശ്രമിക്കുന്നവൻ പമ്പര വീഴ്ചയാണ്. അതായത് എപ്രകാരമാണോ അർജുനൻ ഭഗവത്ഗീത സ്വീകരിച്ചതും ഭഗവാനെ ഗുരുവായി സ്വീകരിച്ചതും അപ്രകാരമായിരിക്കണം നമ്മൾ ഓരോരുത്തരും ഭഗവത്ഗീത പഠിക്കേണ്ടതും മുന്നോട്ട് പോകേണ്ടതും. ഗുരുവിനെ ഭഗവാനായി സ്വീകരിച്ച്, നമ്മൾ നേരത്തെ പറഞ്ഞു ഭഗവാനും ഗുരുതത്വവും തമ്മിൽ വ്യത്യാസം വേണ്ട ആവശ്യമില്ല. കാരണം ഭഗവാൻ തന്നെയാണ് ഗുരു, ഗുരു തന്നെയാണ് ഭഗവാൻ. അതിന്റെ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഗുരു തത്വമാണ്, മറ്റൊന്ന് ഭഗവാൻ സ്വയമാണ്. എത്രയൊക്കെ ആയിക്കാലും ഭഗവാൻ ഭഗവാനാണ്, അതിലേക്ക് ആർക്കും ആകാൻ പറ്റില്ല. കുറെ കൂടെ നമ്മൾ പഠിച്ചു വരും മനസ്സിലാകും, എത്ര നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാലും നമ്മൾ ഭഗവാനാകില്ല. കാരണം എന്താ, നമ്മൾ അംശമാണ്, ഭഗവാന്റെ അംശമാണ്. എന്റെ ജോലി എന്താണ്? ഞാൻ ഭഗവാന്റെ അംശമാണ്, ഞാൻ സേവകനാണ്. ഹീസ് ദ മാസ്റ്റർ. എന്റെ ജോലി എന്താണ്? സേവനം മാത്രം. അപ്പോ ഞാൻ സേവകനാണെന്നും ആ ഗുരുവിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ അപ്പാടെ ഞാൻ സ്വീകരിക്കാനും, ഗുരുവിനെ തിരുത്താൻ പോവാതെ, ഗുരുവിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവാതെ, എന്നാൽ സംശയമുള്ളത് വളരെ വിനയപൂർവ്വം എന്താണ് നമുക്ക് സ്വീകരിക്കാം എന്നാണ്. അപ്പൊ എപ്രകാരമാണോ അർജുനൻ ഭഗവാനെ സ്വീകരിച്ചതും ഭഗവത്ഗീത സ്വീകരിച്ചതും അപ്രകാരം വേണം നമ്മളും ഭഗവത്ഗീത പഠിക്കാനും സ്വീകരിക്കാനും വേണ്ടതെന്നാണ് പറയുന്നത്. ലാസ്റ്റിലെ ഒരു ശ്ലോകം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. അതായത് 18-ാം അധ്യായത്തിലെ 73-ാമത്തെ ശ്ലോകം പറയുന്നുണ്ട്. അർജുന ഉവാച നഷ്ടോ മോഹോ സ്മൃതി ലബ്ധ തത് പ്രസാദാൻ മയ അച്യുത സ്ഥിതോ അസ്മി ഗതസ്നേഹ കരിഷ്യേ വചനം തപ. അതായത് അർജുനൻ പറയാണ്, അല്ലയോ പ്രിയപ്പെട്ട കൃഷ്ണ, ഹേ അച്യുത, ഇപ്പോൾ എന്റെ വ്യാമോഹം തീർന്നു, അങ്ങയുടെ കരുണ കൊണ്ട് ബുദ്ധി തിരിച്ചു കിട്ടി. ഞാനിപ്പോൾ ദൃഢനും സംശയരഹിതനുമാണ്, അങ്ങയുടെ ആജ്ഞ അനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറായിരിക്കും. ഇങ്ങനെ ഞാൻ അങ്ങയുടെ ആജ്ഞ അനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാണ്. ഗുരുവിന്റെയോ ഭഗവാന്റെയോ ആജ്ഞ അനുസരിച്ച് നമ്മൾ ഓരോരുത്തരും അതനുസരിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറാകുമ്പോഴാണ് നമ്മൾ ശുദ്ധഭക്തരാകുന്നത്. അങ്ങനെ വേണം ഭഗവത്ഗീത പഠിക്കാൻ എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ പറയാ, കൃഷ്ണ, അച്യുത, ഇപ്പോൾ എന്റെ വ്യാമോഹം തീർന്നിരിക്കുന്നു. ഭഗവത്ഗീത എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ കൂടി വ്യാമോഹം തീർന്നിരിക്കുന്നു. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നമൊക്കെ, ഒരു കേസ് കെട്ടുമായിട്ട് ഗുരുവിന്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ഗുരുവിനെ വളരെ ഭംഗിയായിട്ട് സേവിക്കുക, വിനയപൂർവ്വം കാര്യങ്ങൾ ചോദിച്ചറിയുക, എന്നിട്ട് നമ്മുടെ സംശയങ്ങളൊക്കെ തീർന്ന് നമ്മൾ വളരെ ഭംഗിയായിട്ട് തിരിച്ചു വരിക, അതനുസരിച്ച് ജീവിക്കുക. ഇതാണ് നമുക്ക് പഠിക്കാനുള്ള 7-ാമത്തെ ശ്ലോകത്തിന്റെ സാരാംശം. ഓക്കെ, സമയം തീരുകയാണ്. ഇപ്പോ പറഞ്ഞ പോയിന്റ്സ് ഒന്നുകൂടെ പറയാം. മെയിൻ പോയിന്റ്സ് മാത്രമേ പറയുന്നുള്ളൂ. അതായത് ദൗർബല്യം കൊണ്ട് ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ട എനിക്ക് കൃത്യനിർവഹണത്തെ പറ്റി ഒന്നും വ്യക്തമാകുന്നില്ല. ഈ അവസ്ഥയിൽ എനിക്ക് എന്താണ് യോജിച്ചതെന്ന് പറഞ്ഞു തരണം. ഞാൻ ഇപ്പോൾ അങ്ങേ ശരണം പ്രാപിച്ച ശിഷ്യനാണ്, ദയവായി ഉപദേശം തന്നാലും. ഇപ്പൊ ഞാൻ പറയുകയാണ്, അർജുനൻ പറയാണ്, എനിക്ക് എന്താണ് ശരി, വാട്ട് ടു ഡു ആൻഡ് നോട്ട് ടു ഡു, എന്താണ് ചെയ്യേണ്ടത് എന്താണ് ചെയ്യേണ്ടാത്ത എനിക്കറിയില്ല. ഞാൻ ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ടിരിക്കുന്ന എന്നെ ഉപദേശിച്ചാലും. ഇങ്ങനെ ഒരു മനസ്സോടുകൂടി വേണം നമ്മൾ ഗുരുവിനെ സമീപിക്കാനും ഓരോരുത്തരോട് സംശയം ചോദിക്കാൻ. ചിലർ സംശയം ചോദിക്കുന്നുണ്ട്, എനിക്ക് കുറെ കാര്യങ്ങൾ അറിയാം, അത് നീ കേക്ക് എന്നുള്ള ധാരണയിലായിരിക്കരുതിൽ ഒരിക്കലും സംശയങ്ങൾ ചോദിക്കേണ്ടത്. മറിച്ച് നമ്മുടെ സംശയ നിവാരണത്തിന് വേണ്ടിയായിരിക്കണം ഓരോ ചോദ്യങ്ങളും ചോദിക്കേണ്ടത്. അതാണ് ഫസ്റ്റ്. പിന്നെന്താണ്, ഒരു ആധ്യാത്മ ഗുരുവിനെ എങ്ങനെ സമീപിക്കണം, അതനുസരിച്ച് ക്വസ്റ്റ്യൻസ് എങ്ങനെ ചോദിക്കണം, അതെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അടുത്ത പോയിന്റ് ആണ്, കാട്ടുതീ പോലെയാണ് ജീവിതത്തിലെ പ്രശ്നങ്ങൾ. അത് വന്നുകൊണ്ട് നമ്മൾ ഒരു പ്രതീക്ഷയും കൂടാതിരിക്കുമ്പോഴേക്കും അപ്രതീക്ഷമായിരിക്കും കാട്ടുതീ വന്നുവിടുന്നത്. അത് കെടുത്താൻ ആർക്കും കഴിയില്ല. അപ്പോ കാട്ടുതീ അഥവാ മഴയെ നമുക്ക് നിർത്താൻ പറ്റില്ല. പക്ഷേ അതിനിടയിലൂടെ ഒരു കുട പിടിച്ച് ഭക്തി
ഭക്തിയുത സേവനമാകുന്ന കുട പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് വളരെ നിസ്സാരമായിട്ട് പോയി അതിനെ അതിജീവിക്കാൻ കഴിയും. അപ്പോൾ ഭഗവാൻ അഥവാ ഭക്തി അഥവാ ഗുരു കൃപയുണ്ടെങ്കിൽ ആ ഗുരു കൃപയാകുന്ന കുട കൊണ്ട് നമുക്ക് മഴ എപ്രകാരമാണോ ജീവിക്കുന്നത് അതുപോലെ നമ്മുടെ ജീവിത പ്രശ്നങ്ങളിൽ നമുക്ക് അതിജീവിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് അടുത്ത പ്രശ്നം. പിന്നാണ് കൃപണനെ കുറിച്ചും ബ്രാഹ്മണനെ കുറിച്ച് പറഞ്ഞു. അതിനു മുമ്പ് 3 കഥകൾ പറഞ്ഞു. നമ്മൾ എങ്ങനെയാണ് ഗുരുവിന്റെ തത്വങ്ങളെ നമ്മൾ സ്വീകരിക്കേണ്ടതെന്ന് പറഞ്ഞു. ആദ്യത്തേത് ന്യൂട്രൽ, രണ്ടാമത്തേത് എഗൻസ്റ്റ്, മൂന്നാമത്തേത് പറഞ്ഞാൽ ഗുരുവിനെ ശരണം പ്രാപിച്ച് എപ്രകാരമാണോ ഗുരുവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഇംഗിതത്തിനനുസരിച്ച് നമ്മൾ ഓരോന്നും, അതായത് കഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ആകപ്പാടെ ഉണ്ടായിരുന്ന ഒരു ചപ്പാത്തിയായിരുന്നു, അതുപോലും ഗുരുവിന് കൊടുക്കും. ആകപ്പാടെ ഉണ്ടായിരുന്ന ഒരു കുതിരയായിരുന്നു, അതിനെ പോലും ഗുരുവിന് സമർപ്പിച്ചിട്ട് നമ്മുടെ ആത്മസാക്ഷാത്കാരത്തിലേക്ക് മുന്നോട്ട് പോയ 3ാമത്തെ കഥ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തണം. എപ്രകാരം ജീവിതമായാൽ കഴിഞ്ഞാലും സന്ധുക്കളെ നമ്മൾ വെറുതെ വിടരുത്, അവർക്ക് വേണ്ടതൊക്കെ സേവനം ചെയ്യണം. അതുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ നമുക്ക് നല്ല സദ്ഗതി മാത്രമേ ഉണ്ടാകുകയുള്ളൂ. പിന്നെ നമ്മൾ പഠിച്ച കൃപണനും ബ്രാഹ്മണനുമാണ്. അപ്പോ നമ്മുടെ ഒരു വസ്തു ഉണ്ട്. നമ്മുടെ വസ്തു എന്ന് പറയുന്നത് ഈ ശരീരമാണ്. ഇതിന്റെ യഥാർത്ഥ ഉപയോഗം എന്ന് പറയുന്നത് ഭക്തിയുത സേവനങ്ങൾ അനുഷ്ഠിച്ച് ഭഗവത് ധാമത്തിലേക്ക് തിരിച്ചു പോകാനാണ്. അങ്ങനെ ചെയ്യുന്ന ആൾ ബ്രാഹ്മണനും. ആ വസ്തു ഉപയോഗിക്കാതെ വെറുതെ മടി പിടിച്ചിരിക്കുകയാണെങ്കിൽ അവനെയാണ് കൃപണനെന്ന് പറയുന്നത്. പിന്നെ ഭാര്യ, മക്കള് അങ്ങനെയുള്ളവരുടെ ആ ഒരു സങ്കുച മനാവസ്ഥ ഇരിക്കുന്നവൻ കൃപണനാണ്. അതെല്ലാം കഴിഞ്ഞിട്ട് ഭഗവാനെ തന്നെ ശരണം പ്രാപിക്കാം. ഇല്ല, എന്റെ ഈ ശരീരം ഭഗവാൻ തന്നിരിക്കുന്നത് ഭക്തിയുത സേവനങ്ങൾ ചെയ്യാനാണ്, ഇതെനിക്ക് ഭഗവത് ധാമത്തിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരേ ഒരു ഉപാധിയാണ് എന്ന് തിരിച്ചറിയുന്നവനാണ് ബ്രാഹ്മണൻ എന്നുള്ളതാണ് അവസാനത്തെ പോയിന്റ്. ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഗുരുവും ശിഷ്യനുമായുള്ള സംഭാഷണം. ഇനി പ്രാമാണിക ആധ്യാത്മികരുമായി അത്തരം സംഭാഷണം ഏർപ്പെടുന്നു. എപ്രകാരമാണോ അർജുനൻ ഭഗവാനെ സ്വീകരിച്ചതും ഭഗവത്ഗീത സ്വീകരിച്ചതും അപ്രകാരമായിരിക്കണം നമ്മളും ഭഗവാനെ സ്വീകരിക്കേണ്ടതും ഭഗവത്ഗീത സ്വീകരിക്കേണ്ടതും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം എന്താണ്? സുഖം, സ്വസ്തി, ശാന്തി. ഹരേ കൃഷ്ണ. ഹരി ഓം തത്സത്.